10ാമത്തെ വയസ്സിൽ ഒരു പെൺകുട്ടി നമ്മളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ? ഓ ശരി, അങ്ങനെ ഉണ്ടായോ? നമ്മള് ഡോക്ടറിനെ കണ്ടിട്ടുണ്ട്, സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ടിട്ടുണ്ട് നമ്മൾക്ക് ഇങ്ങനെ മെന്റൽ ഡിപ്രഷൻ വന്നപ്പോ. ഓ ശരി ശരി ശരി. അത് ഒരിക്കലും തെറ്റല്ലല്ലോ. ഇല്ല, തെറ്റില്ല. പുതുവർഷം ഓമൽ ചിരിയോ ചെമ്പകപ്പൂ വിതളല്ല, കാണാനിവളോ അമ്പിളി കൊഞ്ചവളല്ല. 4 ആണ് ആ കല്ല ബൗണ്ടറി അടിക്കുമ്പോൾ സീസൺ നോക്കുകയാണെങ്കിലേ നോക്കണോ ഒരു പീഡനവീരൻ അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് പല വീഡിയോയിലും. കെട്ടിപ്പിടിച്ച് റീൽ ചെയ്യുന്നു, ആ വ്യക്തി നമ്മളെ പറ്റി പറയുന്നു, അങ്ങനെ പറ്റി ഒരുപാട് സംഭവങ്ങൾ നടന്നു നിന്നു. ഹലോ, നമസ്കാരം. ഞാൻ ദേവപ്രശാന്ത്. നമ്മുടെ ചാനലിൽ സെലിബ്രിറ്റീസുമായിട്ട് ഒരു ഷൂട്ട് നമ്മൾ ഇൻ്റർവ്യൂ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ വളരെയധികം പ്രമുഖരായ വ്യക്തികൾ, അതുകൂടാതെ സെലിബ്രിറ്റീസ്, ഫിലിം സ്റ്റാർസ്, സോഷ്യൽ മീഡിയ വൈറലായിട്ടുള്ള താരങ്ങൾ മുതലായവരെല്ലാം നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യണം നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആലോചിച്ചപ്പോൾ വളരെയധികം വൈബ്രൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് നമുക്ക് തോന്നി. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു പ്രിഫൈസായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ കുറച്ചു കാലം മുമ്പ് ഒരു പാട്ട് കേട്ടിട്ടുണ്ടാവും, സിൽസില ഹെ സിൽസില പറഞ്ഞ പാട്ട് നമ്മൾ 10-12 കൊല്ലം മുമ്പ് ഇറങ്ങിയതാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഹരീഷ് കലൂർ എന്തോ ആണ് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ട് വളരെയധികം വൈറലാവുകയും അദ്ദേഹം വളരെ ശ്രദ്ധിക്കപ്പെടുകയെങ്കിലും പെട്ടെന്നുണ്ടായ ഒരു നെഗറ്റീവ് ട്രോളിൻ്റെ മുകളിൽ അദ്ദേഹം ലൈം ലൈറ്റിൽ വരാതെ ഒളിച്ചോടുകയാണ് ചെയ്തത് എന്നാണ് ഞാൻ അറിയാൻ പറ്റിയത്. അദ്ദേഹം അന്ന് പുറത്തു വരാൻ തയ്യാറായിരുന്നെങ്കിൽ ഒരുപക്ഷെ വളരെയധികം ഫേമസ് ആയ ഒരു സ്റ്റാറായിട്ട് അദ്ദേഹം മാറുമായിരുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൂടാതെ തന്നെ പല രീതികളിലും കയറി വന്ന സ്റ്റാർ അതിനുശേഷം വന്നതാണ് നമ്മുടെ തന്നെ പ്രിയങ്കരനായ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടർ. മൾട്ടിപ്പിൾ റോളിൽ സിനിമയ്ക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ചുരുങ്ങിയ ചെലവിൽ, അതായത് അന്നത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ 5 lakh rupees കൊണ്ട് സിനിമ ചെയ്യുക എന്നുള്ളത് അപ്രാപ്യമായിരുന്ന കാലഘട്ടം. ഈവൺ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ പോലും ഒരു 5 lakh to 10 lakh rupees കോസ്റ്റ് വരും നല്ല ലെവലിൽ ചെയ്യണം എന്നുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം നല്ല രീതികളിൽ അദ്ദേഹം സിനിമ ഉണ്ടാവുകയും, എനിക്ക് തോന്നുന്നു A to Z ഓഫ് മൂവി, ക്യാമറമാൻ മുതൽ ഡയറക്ടർ മുതൽ പാട്ടുകൾ മുതൽ ഡാൻസ്, എല്ലാ സാധനങ്ങളും ആർട്ടിസ്റ്റുകൾ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിരുന്നത്. അങ്ങനെ അദ്ദേഹം അത് വളരെയധികം ഹിറ്റായി ഫേമസ് ആയി വരികയും, അദ്ദേഹം ഫസ്റ്റ് വന്ന ട്രെൻഡ് എന്ന് പറയുന്നത് നെഗറ്റീവിലൂടെയാണ് അദ്ദേഹം കയറി വന്നത്. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകുകയും ഒരുപാട് പേര് ട്രോൾ ചെയ്യുകയും ഒരുപാട് പേര് കളിയാക്കുകയൊക്കെ ചെയ്ത് വന്ന് കുറച്ച് കാലത്തിനുള്ളിൽ അറിയാവുന്നവർക്ക് അറിയാമായിരുന്നു അദ്ദേഹം ബുദ്ധിജീവിയാണ്, അദ്ദേഹം നല്ല നോളജ് ഉണ്ടെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ട്രെൻഡ് നമ്മുടെ മലയാളികൾ മനസ്സിലാക്കിയത് വളരെ കുറച്ച് കാലത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് നല്ല ഈ നോളജ് ഉണ്ടെന്നുള്ളതും അദ്ദേഹത്തിന് എല്ലാവരും കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ടെന്നും മനസ്സിലാക്കുകയും എല്ലാം ചെയ്തത്. അതേപോലെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അടുത്ത കാലത്തായിട്ട് ടിക്ടോക്കിൻ്റെ കാലഘട്ടം മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സെലിബ്രിറ്റികൾ, സ്റ്റാറുകൾ, സോഷ്യൽ മീഡിയ സ്റ്റാറുകളായിട്ട് വന്നിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ദാസേട്ടൻ കോഴിക്കോട്, ഫുക്രു, അതുപോലെ തന്നെ ഇപ്പം അടുത്ത കാലത്തായി വന്ന നമ്മുടെ കൊല്ലം സുധിചേട്ടൻ്റെ വൈഫ് രേണു സുധി, ആറാട്ടണ്ണൻ, അതുപോലെ തന്നെ ഒരുപാട് പാല സജി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷേ നോക്കുമ്പോൾ പലരും അത്ര ആക്റ്റീവ് അല്ല ഇന്നത്തെ കാലഘട്ടം. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പോൾ ടിക്ടോക്കിൽ നിന്ന് റീൽസിലോട്ടും ഷോർട്സിലോട്ടൊക്കെ മാറി നമുക്ക് വലിയൊരു പ്ലാറ്റ്ഫോംസ് വീണ്ടും കിട്ടുന്നുണ്ട്. എന്നാലും പലരും ഇപ്പോഴും ഒരു മടിച്ചു നിൽക്കുന്ന പോലെ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷെ എന്നാലും ഈ കുറച്ച് പേര് നമ്മളിപ്പോൾ കേട്ട രേണു സുധി ആണെങ്കിലും ആറാട്ടണ്ണനാണെങ്കിലും നമ്മുടെ ഒപ്പമുള്ള ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അദ്ദേഹമാണെങ്കിലും നമുക്ക് വളരെയധികം ഫേമസായി നല്ല ആക്റ്റീവായി നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ കയറി വരുന്ന ഒരു ആർട്ടിസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പ്രസ്സിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ന്യൂസ് പേപ്പറിൻ്റെ ഒക്കെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് കൊടുക്കണമെങ്കിൽ നമ്മൾ പെയ്ഡായിട്ട് ദേ ഹാവ് ടു സ്പെൻഡ്, ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് കമ്പനിയുടെയോ ഒരു വ്യക്തിയുടെ നല്ല ആർട്ടിക്കിളോ അല്ലെങ്കിൽ കണ്ടന്റ് കൊടുക്കണമെങ്കിൽ പൈസ കൊടുത്തിട്ട് ചെയ്യണം. പക്ഷേ നേരെ മറിച്ചിട്ട് നെഗറ്റീവ് ന്യൂസ് ആണെങ്കിൽ 10 പൈസ ചിലവില്ലാതെ മാക്സിമം മൈലേജ് കിട്ടും. അങ്ങനെ മൈലേജിൽ കയറി വന്ന ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, സിനിമാ നടന്മാരും നടിമാരുണ്ട്, ഒരുപാട് സാധാരണ വ്യക്തിത്വങ്ങളുണ്ട്. അവരെല്ലാം നമ്മൾ ട്രോൾ ചെയ്യാറുണ്ട്. എന്നാൽ പോലും അവരുടെ ഒരു കഴിവെന്ന് പറഞ്ഞാൽ അവർ നെഗറ്റീവിലൂടെ കയറി വരികയും അവരുടെ തനി സ്വരൂപം, അതായത് അവർക്ക് ബുദ്ധിയുണ്ട്, വിവരമുണ്ട്, അവർ നല്ല ഇൻ്റലിജൻ്റ് ആൾക്കാരാണ് എന്നുള്ളത് അവർ സമൂഹത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കും. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഓക്കെ ഇവർ കയറി വരാൻ വേണ്ടി ഉപയോഗിച്ച ടെക്നിക്കുകളാണ് ഇത് എന്നുള്ളത്. അതിനുശേഷം അവർ വളരെയധികം ഫേമസ് ആയി വരികയും അവർ കറക്റ്റായിട്ട് ലിവറേജ് ചെയ്യുകയും അവരുടെ മേഖലകളിൽ അവർ നമ്പർ 1 ആയി മാറുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ടോപ്പ് ലെവലിൽ എത്തുകയോ ചെയ്തിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഫ്ലോറിൽ വന്നിരിക്കുന്നത് ശ്രീ അലൻ ജോസ് പെരേരയാണ്.
അദ്ദേഹത്തിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ അദ്ദേഹം കുറെ കാലമായിട്ട് ആറാട്ടണ്ണനെ പോലെയും അദ്ദേഹത്തിന് സുഹൃത്താണ്. അപ്പം അദ്ദേഹം വളരെയധികം ട്രെൻഡിങ് ആയിട്ട് ന്യൂസുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ മില്യൺസ് അടിക്കുന്ന ഒരു വീഡിയോ ആണ് അദ്ദേഹത്തിന് കണ്ടന്റ് എന്ന് പറഞ്ഞത്. ഒരു ഫിലിം ക്രിട്ടിക് എന്ന ലെവലിൽ വന്നു, ഒരുപാട് കോമഡികൾ ചെയ്തു, കോമഡി ഡാൻസ്, പാരഡി ഡാൻസ്, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം കയറി വരികയും ഇപ്പോൾ നമ്മുടെ മലയാളികൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാന്നിധ്യമായി അദ്ദേഹം മാറുകയും ചെയ്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കല്യാണത്തിനോ അവരെ അദ്ദേഹത്തിന് ഇൻവൈറ്റ് ചെയ്യാറുണ്ട്, ബർത്ത്ഡേ വിഷസുകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇതാക്കാറുണ്ട്. നമ്മുടെ ആറാട്ടണ്ണനെ പോലെ തന്നെ അദ്ദേഹത്തിനും ഉണ്ട്. അപ്പോൾ അദ്ദേഹം നല്ല ലെവലിൽ ഇപ്പം അറിയപ്പെടുന്ന രീതിയിലായിട്ടുണ്ട്. അദ്ദേഹം ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം മിനി സ്ക്രീനിൽ ഒരു നിറസാന്നിധ്യമായിട്ട് മാറിയിട്ടുണ്ട്, മീനൂസ് കിച്ചൺ എന്നുള്ളതിൽ. അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം നമ്മൾ വിശേഷങ്ങൾ അറിയാം. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം പറഞ്ഞാൽ ഇപ്പോഴും ഒരു നെഗറ്റീവ് രീതിയിലാണ് ആൾക്കാർ കാണുന്നത്, അദ്ദേഹത്തിന് ഒരു കോമഡി ക്യാരക്ടറായിട്ട് കാണുന്നുണ്ട്. അതല്ല അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു സ്റ്റഫുണ്ട്, അദ്ദേഹത്തിന് ക്വാളിഫിക്കേഷൻ ഉണ്ട്, അദ്ദേഹത്തിന് കുടുംബമുണ്ട്, അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയില്ല. അദ്ദേഹം പല ഇൻ്റർവ്യൂകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു തുറന്നു പറച്ചിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ നമുക്ക് ഈ ഒരു ഫ്ലോറ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓപ്പണായിട്ട് സംസാരത്തിന് വേണ്ടിയിട്ടും നമുക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറന്ന് സംസാരത്തിന് വേണ്ടിയിട്ടും എല്ലാം, വിവാദങ്ങൾ പല കാര്യങ്ങളെ പറ്റിയിട്ടും എല്ലാം അദ്ദേഹം തുറന്ന് സംസാരിക്കുന്നതിന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വീകരിക്കാം, ആർദ്രമായി വെൽക്കം ചെയ്യാം. ഹലോ മിസ്റ്റർ അലൻ, ഹായ്, വെൽക്കം ടു നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്ലോർ ഓപ്പൺ ചെയ്യുകയാണ്. ഈ താങ്കൾക്ക് മനസ്സിലുള്ളത് മുഴുവൻ തുറന്നു പറയാനുള്ള ഒരു അവസരമാണിത്. കാരണം എന്താ പറഞ്ഞാൽ പലപ്പോഴും ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ ഒരു റെസ്ട്രിക്ഷൻ വെക്കാറുണ്ട്. ആ റെസ്ട്രിക്ഷൻ ഇല്ലാതെ എന്തും തുറന്നു പറയാനുള്ള ഒരു വിവാദങ്ങളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ തുറന്നു പറയാം. അതുപോലെ കൂടുതലും നമ്മളെ ആങ്കർ ചെയ്തിട്ടുള്ളത് ഒരു റീച്ചിന് വേണ്ടി ലേഡീസ് ആയിട്ടുള്ള ആങ്കറിങ് ആയിരുന്നു പലതും. അപ്പൊ അതില് പലതും ചില ആൾക്കാര് ചില സമയത്ത് ഒരു ഘട്ടത്തില് ഈ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ലേഡീസ് ആങ്കർ ചെയ്താൽ മാത്രമേ ഹിറ്റ് ആവൂ എന്നൊരു ടോക്ക് ഉണ്ട് പൊതുവെ. പക്ഷെ അങ്ങനെയല്ല, ജെൻസ് ആങ്കർ ചെയ്യുന്ന വീഡിയോകളും ഇന്റർവ്യൂകളും ഞാനും ചെയ്തിട്ടുണ്ട്. ഇപ്പോ എടുത്ത് പറഞ്ഞ പോപ്പിൻസ് ആണെങ്കിലും മാപ്സ്റ്റിക് ആണെങ്കിലും ഞാൻ ജെൻസ് തന്നെ ആങ്കർ ചെയ്തിട്ടുണ്ടില്ലെന്ന് പറയുന്നില്ല. പക്ഷെ പൊതുവെ നോക്കുമ്പോൾ ഗേൾസിന്റെ ആങ്കർ ചെയ്ത പല പ്രോഗ്രാമും വൈറലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചില ആൾക്കാർക്ക് പുറകിന്നൊരു കുത്തലുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ തിരിക്കുന്ന സ്പേസ് അറിയാമല്ലോ, ഒരു ഡിസ്റ്റൻസ് എത്ര മീറ്റർ ഉണ്ടാവും ഡിസ്റ്റൻസ്? ഇപ്പൊ ഹാർഡ്ലി ഒരു കയ്യെത്തും ദൂരെ എന്ന് പറയാം. കയ്യെത്തും ദൂരെ, എന്നാലും സേഫ് അല്ലേ? സേഫ് ആണ്. ഇപ്പൊ ഇവിടെ ലേഡി ഇരുന്നാലും നമ്മൾ ആക്രമിക്കും? ഇല്ല, പ്രത്യേകിച്ച് ക്യാമറയുടെ മുമ്പിൽ ആക്രമിക്കും. അപ്പോ നമ്മള് ഇപ്പൊ എന്നെ പറ്റി പല ആൾക്കാരും താങ്കൾക്ക് ആങ്കർ ചെയ്യാൻ ഇപ്പൊ പെൺകുട്ടികൾ പേടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് മുന്നിലേക്കാണ് ഇപ്പൊ ഒരു ഇന്റർവ്യൂ വൈറ്റ് സ്വാം ചാനല് എടുത്തു പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ BTS പുറത്തു വിട്ടു. BTS എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ സ്ക്രീൻ വെച്ചുള്ള ഒരു ഇന്റർവ്യൂ. കാരണം നമ്മൾ ഇരിക്കുന്ന സംഭവം വെച്ചുള്ള ഒറ്റ ഫ്രെയിമിൽ രണ്ടുപേരും കാണിക്കുന്ന രീതിയിൽ തന്നെ ആങ്കർ ചെയ്യുന്ന രീതി. അപ്പോ അങ്ങനത്തെ ഒരു സംഭവം വന്നെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഒരു പോസിറ്റീവ്നെസ് ഉണ്ട് ചില നമ്മുടെ കാര്യത്തിൽ ചില പെൺകുട്ടികൾക്ക്. പക്ഷെ ചില ആങ്കർമാർക്ക് ഇപ്പോ വൈറലാവുന്ന ആൾക്കാർ എല്ലാവരെയും പിടിച്ച് ഇന്റർവ്യൂ ചെയ്യാനുള്ളൊരു ഇതില്ല. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ ആരെയും കടിച്ചു ചെയ്ത് തീരാൻ പോണൊന്നുമില്ല. പിന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഞാൻ ലൈവ് എന്ന് പറഞ്ഞ സംഭവം ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ എന്റെ ബേസർ ലൈവ് പറഞ്ഞ കല്യാണത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതെന്റെ അച്ഛന്റെ അമ്മയും അമ്മയുടെ അമ്മയും എന്നെ 18-ാം വയസ്സ് തുടങ്ങി നിരന്തരം കളിയാക്കും. അത് നമുക്ക് പെട്ടെന്ന് മെന്റലി മൈൻഡ് മാറിയോണ്ടാണ് അങ്ങനത്തെ വീഡിയോ ചെയ്യേണ്ടി വന്നത്. കാരണം എനിക്ക് കല്യാണം അയക്കണം, ഇപ്പൊ തന്നെ കിട്ടണം എന്നൊക്കെ പറഞ്ഞ വീഡിയോ 21 വയസ്സോട് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ 24 വയസ്സായി, 21 വയസ്സിലേക്ക് കിടക്കുന്നു. പക്ഷെ നമുക്കൊരു ടൈം ഇപ്പോ അത്യാവശ്യം മീനൂസ് കിച്ചൺ പറഞ്ഞ സീരിയലിലൊക്കെ ക്യാരക്ടർ വേഷം സീരിയസ് ആണ്. ഇപ്പൊ ബ്രോക്കറായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ കല്യാണത്തിന് ഇപ്പൊ ബ്രോക്കർ ഞാൻ ഫോട്ടോ കൊടുത്ത് അന്വേഷിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ തന്നെ ഉണ്ടാവും, 3-4 മാസം കൂടി ഉണ്ടാവും. കറക്റ്റ് മാസം പറയുന്നില്ല, ഈ വർഷം വരെ ഉണ്ടാവും. അപ്പോ നിലവില് നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം മാത്രമല്ല, നമുക്കൊരു എന്താ പറയാ 2 കാലം നിൽക്കുക. അല്ലാണ്ട് പെട്ടെന്ന് ഇപ്പോ ആറട്ടന് വലിയ ജോസ്പരൊക്കെ എല്ലാം കഴിക്കുന്നില്ല എന്നല്ല. കാരണം ആറട്ടന് ബേസിക്കലി ക്യാഷ് ഉണ്ട്. പുള്ളിയുടെ പല പോയിന്റ്സുകൾ ആൾക്കാർക്ക് ഇത് ദഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് പുള്ളിക്ക് ബേസിൽ കല്യാണം വരാത്തത്. കാരണം പുള്ളിക്ക്
ഏകദേശം നെറ്റ് വർത്ത് നെറ്റ് എന്ന് പറഞ്ഞാൽ അത് ഉള്ളത് 3 കോടിയാണ്. ശരി. അത് പുള്ളിക്ക് കൊടുത്തിട്ടില്ല. ആരാണ്? പുള്ളി അനിയത്തിമാരെ കുറച്ച് കൊടുക്കാനുണ്ട്. കാരണം സ്വത്ത് പുള്ളിയുടെ പേരിലേക്ക് ആയിട്ടില്ല. ആയാൽ പോലും പെട്ടെന്ന് ഇപ്പോ ചേട്ടൻ്റെ ഇപ്പൊ ഒരു 10 കോടി രൂപ ആസ്തിയുണ്ട് എന്നും പറഞ്ഞൊരു പെൺകുട്ടി താങ്കളുടെ ലൈഫിലേക്ക് കടന്നു വരും? ഇല്ല. പക്ഷെ പുള്ളിക്ക് പേഴ്സണാലിറ്റി കൂടുതലാണ്. കാരണം PhD ഉണ്ടായിട്ടുണ്ട്, നോളേജ് ഉണ്ട്, ഫിലോസഫർ ആണ്, ഒരുപാട് ബുക്സ് റീഡ് ചെയ്യുന്ന ആളാണ്, അങ്ങനെയുള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഈ പുറം രാജ്യത്തുള്ള ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി ബിസിനസ് മൈൻഡ് അല്ലെങ്കിൽ ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഉള്ള ഒരു പ്രൊഫഷൻ മൈൻഡിലുള്ള ഒരു പെൺകുട്ടികളെ താല്പര്യമല്ല, പുള്ളിയെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു കൊച്ചി വൈബ് അല്ലെങ്കിൽ ഒരു എന്താ പബ് ലൈഫൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു പെൺകുട്ടി ഇവിടെ ലൈഫിലേക്ക് വരാൻ ചാൻസ് 50-50 ചാൻസാ. വന്നാൽ പോലും പുള്ളിയുടെ ഒരു കാര്യങ്ങൾ കൊണ്ട് പെട്ടെന്ന് പാടാണ്. എന്നാലും പുള്ളിക്ക് കൺട്രോൾ ചെയ്യാം. ഈ ലൈവും കാര്യം പുള്ളിയുടെ ഈ അസന്തോഷ് ആറട്ടെന്ന പേജ് നിർത്തി ഒരു ഷോപ്പൊക്കെ ഇട്ട് മാന്യമായിട്ട് പോയി. ഞാനിപ്പോ അങ്ങനെ ചിന്തിക്കും. എന്റെ AJP സ്റ്റോർ എന്ന് പറഞ്ഞ് നമ്മള് 3 മാസത്തിനുള്ളിൽ ആലോചിക്കുന്നുണ്ട്. ബേക്കറി ഉണ്ട്, ഹോട്ടലുണ്ട്, തിയേറ്റർ ഉണ്ട്, അങ്ങനെ ഒരു പല രീതിയിൽ പ്ലാനിങ് ഉണ്ട്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ്ങിലേക്ക് വരാൻ നമുക്ക് കുറച്ച് ക്യാഷ് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമുക്കിപ്പോ കിട്ടുന്ന പൈസ അതിനു വേണ്ടിയുള്ളൊരു സേവിങ്സ് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചിന്തിക്കുന്നുണ്ട്. എത്ര ഞാനിപ്പം പറയാൻ പറ്റുവാണെങ്കിൽ ക്യാമറ മുന്നിൽ പറയാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ചോദിക്കാം. നമുക്ക് എനിക്ക് തോന്നുന്നു താങ്കൾ ഈ ആറട്ടനെ പോലെ തന്നെ നമുക്ക് ഒരു മേ ബി വിഷ് ചെയ്യുമ്പോഴും ഫംഗ്ഷന് പോകുമ്പോഴൊക്കെ പേയ്മെന്റ് കിട്ടാറുണ്ടോ? വിഷയം ഞാൻ മേടിക്കാനുള്ള 2000 മുതൽ 3000, 4000 വരെ ഒരു വീഡിയോക്ക്. അത് ഗൾഫിലെ ആൾക്കാർക്കാണ് ആ റേറ്റ്. പിന്നെ നോർമലായിട്ട് കേരളത്തിലെ ആൾക്കാര് 2000 പറയുമ്പോ കുറക്കാൻ പറയും. അപ്പൊ 1000, 500, 300 അങ്ങനെ 200 വരെയൊക്കെ പോകാറുണ്ട്. എന്നാലും ഒരു ദിവസം ഡെയിലി പേയ്മെന്റ് പറ, ഡെയിലി ഒരാൾക്ക് ശരാശരി എത്ര കിട്ടും സർവർ? സാധാരണ ഒരാൾക്ക് സാധാരണ ഒരു പണിക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, സാധാരണക്കാരന് വേണ്ടി ആണെങ്കിലും മേ ബി ഒരു 1200 രൂപയൊക്കെയാണ് സാധാരണ ഒരു സാലറി എന്നുള്ള അല്ലെങ്കിൽ മറ്റേ ഡെയിലി വേജസ് എന്നുള്ള ലെവലിൽ വരുന്നത്. നേരെ പറഞ്ഞ ഒരു IT കമ്പനികളിലൊക്കെ ആകുമ്പോൾ മേ ബി 5000 രൂപ വരെയൊക്കെ ഒരു പക്ഷേ ഒരു ആൾക്കാർ സാലറി വെച്ചിട്ട് ചിലപ്പോൾ 1.5 ലക്ഷം 2 ലക്ഷം രൂപ ശമ്പളമുള്ള ആൾക്കാരുണ്ടല്ലോ ഇൻഫോ പാർക്കിലേക്ക് പഠിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അത്രയൊക്കെ ഉണ്ടാവുമായിരിക്കും. ഒരു പക്ഷേ ഒരു 5000 രൂപ 10000 രൂപ വരെ കിട്ടും. കാരണം എനിക്ക് ഒരു 1 ഡേ എനിക്ക് കിട്ടുന്ന 6000 മുതൽ 12300 രൂപ വരെ. അടിപൊളി. ചിലപ്പോ അത് 4000 കുറഞ്ഞേക്കാം. എന്നാലും ഒരു പേയ്മെന്റ് ഷെഡ്യൂളിംഗ് ഉണ്ടല്ലോ കറക്റ്റ് ആയിട്ടൊരു, അത് ചെലവാകുന്ന രീതികൾ മറ്റേ വ്യത്യസ്തമാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ഡേ ബൈ ഡേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് പേഴ്സണലി ഉണ്ടാവും, പിന്നെ വ്യക്തിപരമായിട്ട് സഹായിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോ ചിലവായി പോകും. എന്നാലും കുറച്ചൊക്കെ സേവിങ്സ് ഉണ്ട്. എങ്കിലും പ്രോഗ്രാംസിൽ ഞാൻ മേടിക്കുന്നത് ഒരു വർക്കിന് 10K മുതൽ 50K വരെ മേടിക്കുന്നു. ശരി. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഒരുപാട് കടങ്ങൾ ബാധ്യതകൾ കൊണ്ട് അതൊക്കെ സഹായിക്കാറുണ്ട് വീട്ടിലൊക്കെ. അപ്പൊ ഏകദേശം ഒരു മാസം പറയുകയാണെങ്കിൽ 2 ലക്ഷം രൂപയുടെ മീതെ ഉണ്ടാക്കുന്ന ഒരു IT പ്രൊഫഷണലിനെക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഒപ്പം ഉള്ള അലൻ ജോസ് പെരേര. ഒരു വേദന പറയാനുള്ളത്, അമ്മൂമ്മക്ക് സുഖമില്ല. ശരി. എന്തുപറ്റി? അമ്മൂമ്മക്ക് ഇപ്പൊ മറ്റേ വയറ്റിലെന്ത് മുഴയേറ്റുണ്ട്. ശരി. മരണം അമ്മൂമ്മ തന്നെ പറഞ്ഞു. ഡോക്ടർമാര് സ്ഥിരീകരിച്ചിട്ടില്ല മരണം ദൈവത്തിന്റെ കയ്യിലാണ് എപ്പോ മരിക്കും എന്നുള്ള. പക്ഷെ അമ്മൂമ്മ പറഞ്ഞു ഇപ്പൊ മരിക്കും എന്ന് പറഞ്ഞു. കാരണം അതുകൊണ്ടൊരു പേടിയുണ്ട്. 25-ാം തീയതി ഡേറ്റാ ഡോക്ടറിനെ കണ്ട് കറക്റ്റ് കാര്യങ്ങൾ സ്കാൻ ചെയ്ത് കൃത്യമാണ്. ഒരുപാട് ഇപ്പൊ ഇത് പറയാൻ കാര്യം, ഇതിപ്പോ ഡേ ബൈ ഡേ ഇപ്പൊ ഞാൻ പലപ്പോഴും വീട്ടിലിരിക്കുന്ന സാഹചര്യം വരുമല്ലോ. അപ്പൊ അത് ഒരുപാട് നെയ്ബേഴ്സ് അങ്ങനെ വരാറില്ല. ഞാനിങ്ങനെ വൈറലായി കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് പല നെയ്ബേഴ്സിലെ ആൾക്കാർ പലരും ലേഡീസ് ആയിട്ടുള്ള ആൾക്കാരാ. പക്ഷെ ഏജ് ഉള്ള ആൾക്കാരാ കൂടുതലും. ഈ 60-50 എബോ ഉള്ള ആൾക്കാർ, അവർക്ക് റെസ്പെക്ട് ഉണ്ട് കേട്ടോ. കാരണം മോനെ നിന്നെ എനിക്ക് നിങ്ങൾ മനസ്സിലാകുന്നുണ്ട്, വീഡിയോസ് കാണാറുണ്ടെന്നാലും നീ എന്നോട് എങ്ങനെ പെരുമാറും എന്നല്ല ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. നീ എങ്ങനെ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ തലകൊത്തി പറഞ്ഞാലും ഇത് പറഞ്ഞ നടൻ മാത്രമല്ല കേട്ടോ. നിമിഷ ബിജു എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. അവള് പെട്ടെന്ന് പറഞ്ഞു, ചേച്ചി പറഞ്ഞെന്ന് പറഞ്ഞാൽ അലിൻ ജോസ് പെരേര എന്ന വ്യക്തി ചേച്ചിയുടെ ലൈവ് കണ്ടാലും ഞാൻ എങ്ങനെ ചേച്ചിയോട് ബിഹേവ് ചെയ്യുന്നു അതുപോലെയാണ് അവൻ. കുഴപ്പമില്ല, എന്നോട് ബിഹേവ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നു, അതുപോലെ ഞാൻ തിരിച്ച് ബിഹേവ് ചെയ്യുന്നു.
അല്ലാണ്ട് ഇപ്പൊ എനിക്കുള്ള വിവാദങ്ങള് ചേച്ചി കാണുന്നത് ഇപ്പൊ മറ്റേ നോക്കുന്നില്ല ചേച്ചി പറഞ്ഞു. കാരണം നിമിഷ ബിജു അത്യാവശ്യം സിനിമകളിലും സീരിയലുകളിലൊക്കെ നിറസാന്നിധ്യമാണ്, യൂട്യൂബിലൊക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റുകൾ നമ്മളെ ബഹുമാനിക്കുമ്പോൾ ഇപ്പൊ രണി ചേച്ചിന്റെ ഹസ്ബൻഡിന്റെ ചരമാശുപത്രി പോയപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ വന്നു. അത് വൈറലായില്ല, പക്ഷെ ആ വീഡിയോ വന്നിരുന്നു 2-3K 4K ആയിട്ട് വ്യൂസ് ആയിട്ടുള്ളൂ. എന്നാലും ഞാൻ പറയണമല്ല, കാരണം അന്ന് മറ്റേ പിറ്റേ ദിവസം ചോട്ടാമുമ്പ് റിലീസ് ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് 2 സ്റ്റെപ്സ് എനിക്ക് വെക്കേണ്ടി വന്നത്. കാരണം ലാലേട്ടന്റെ ഭയങ്കര ആരാധകന. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്രയും ഓൺലൈൻ മീഡിയാസ് ഒന്നും ചുറ്റിലുണ്ട്, ഇപ്പൊ നമുക്ക് ചോട്ടാമുമ്പിന്റെ പ്രൊമോഷൻ അവരെ വിളിപ്പിച്ച് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല, അറിയാലോ ലാലേട്ടന്റെ മുൻപൊന്നും എനിക്ക് പോയി ചെയ്യാൻ പറ്റില്ല. അപ്പൊ പെട്ടെന്ന് ക്ലിക്ക് ആവുന്നത് ആ ഒരു റീലാണ്, മനസ്സിലായി. അല്ലാണ്ട് നമുക്ക് ഈ കൊല്ല സുധിച്ചേട്ടനോട് ബഹുമാനില്ലാത്തോണ്ടല്ല, മനസ്സിലായി. നമുക്ക് ആ ചേട്ടന്റെ പ്രോഗ്രാം ഈ മരണാന്തരമായിട്ടുള്ള 2 വർഷത്തെ ചടങ്ങുകളൊക്കെ പള്ളി വെച്ചൊക്കെ നടന്നത്. വീട്ടിലെ പ്രാർത്ഥനയും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അപ്പൊ ഒരു കൊച്ചിന് ഒരു ഡാൻസ് കാണുമെന്ന് പറയാം. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാണ്ട് ചോട്ടാമുമ്പില് സാധനം പ്ലാൻ ചെയ്തതല്ല. പക്ഷെ ആ സമയത്ത് പെട്ടെന്ന് നാളെ ചോട്ടാമുമ്പ് ആളെ റിലീസ് ഒന്ന് മനസ്സിൽ കണ്ടപ്പോ പെട്ടെന്ന് ആ സാധനം പുതുവർഷം കാണാറുമ നാളത്തെ നേരം കേൾക്കാനും നമ്മൾ നേരം ഒന്നായി തിരും നാളത്തെ ഒരുങ്ങി വന്ന ഇന്നലെ നേരം കറക്റ്റ് വേർഡ്സ് അറിയില്ല, നന്നായിട്ട് സൂപ്പർ. ആ ഒരു പടം ഭയങ്കര എനിക്ക് ഫാൻ ബോയ് മൊമെന്റ് ആണ്. കാരണം ഞാൻ ബേസിക്കലി ദിലീപേട്ട ഫാനാണ്, പക്ഷെ എങ്കിലും നമ്മള് ലാലേട്ടന്റെ 1-2 പടങ്ങൾ എന്നെ ഫാൻ ആക്കിയിട്ടുണ്ട്. ഒന്ന് ചോട്ടാമുംബൈയും, പിന്നെ റൺ ബേബി റണ്ണ്, പിന്നെ ഇട്ടിമണി മെയ്ഡ് ഇൻ ചൈന 2020, അങ്ങനെ കുറച്ച് പടങ്ങൾ ലാലേട്ടന്റെ ഒരു സ്ഥിരം വാച്ചബിൾ മൂവീസ് ആണ്. കാരണം ഒരുപാട് മൂവീസ് ഉണ്ടെങ്കിൽ പോലും ഇത് കാണുമ്പോൾ ഭയങ്കര മൈൻഡ് റിലീഫ് വരാറുണ്ട്. കാരണം സാധാരണ ദിലീപേട്ടനാണ് ഇങ്ങനത്തെ കോമഡി റോൾസ് ഒക്കെ ചെയ്യുന്നത്, പക്ഷെ തലേന്ന് പറഞ്ഞ ക്യാരക്ടർ പക്ഷെ ശരിക്കും പറഞ്ഞാൽ ദിലീപേട്ടനാണ് ചെയ്യേണ്ടത്. പക്ഷെ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ചെയ്തോണ്ടിരിക്കുന്ന ദിലീപേട്ടനാണല്ലോ കോമഡി. പക്ഷെ അതിൽ നിന്നും ഇപ്പൊ നരസിംഹം നാട്ടുരാജാവ് പോലത്തെ ഒരു മീശ വിരിക്കുന്ന ഒരു റോളിൽ നിന്നും ലാലേട്ടൻ അങ്ങനത്തെ ഒരു റോൾ ഇറങ്ങി ചെയ്തല്ലോ. അപ്പൊ അദ്ദേഹത്തിന് ഒരു റെസ്പെക്ട് കൊണ്ട് ചെയ്യണം. എന്നാലും ഒന്നുകൂടി അദ്ദേഹം ഒരു ബോൺ ആക്ടർ, എന്താ പറയുക, ഏത് വെർസറ്റൈൽ കണ്ടീഷനിലും അല്ലെ ഏത് തരത്തിൽ റോൾ കൊടുത്താലും ചെയ്യാൻ പറ്റുന്ന ചുരുക്കം നടന്മാരിൽ ഇന്ത്യയിൽ കിട്ടുന്ന. പക്ഷെ ഇപ്പൊ നിലവിൽ പുള്ളി വലിയ കോമഡി ചെയ്യുന്നില്ല, പക്ഷെ തുടരുന്നൂല് 1-2 ഡാൻസ് സ്റ്റെപ്പിൽ കോമഡി ചെയ്യുന്നു. മറ്റേ എന്താ പറയാ NGC ഒരു പാട്ടിലും പിന്നെ ശാന്തമി ഈ രാത്രി ആ ഒരു സംഭവത്തില് ആ ഒരു ഡാൻസ് സ്റ്റെപ്പ് എനിക്ക് ചിരി വന്നു. ഫുൾ പടം സീരിയസ് ആണ് തുടരും, പക്ഷെ ആ ഒരു സംഭവം പിന്നെ കാറിൽ ഓടിക്കുന്ന കാർ ഡ്രൈവർ ആയിട്ടുള്ള പുള്ളി അതൊരു കോമഡി വരുത്തിയിട്ടുണ്ട്. കോമഡി പ്ലസ് ത്രില്ലിംഗ് ആണത്, ചെറുതായിട്ട് ഫുൾ ത്രില്ലിംഗ് ആണ്, പക്ഷെ കോമഡി ഉണ്ടാക്കി വെച്ചു. കാരണം അത് സൗദി വെള്ളക്കയുടെ ഡയറക്ടർ ചെയ്തെന്ന് പറഞ്ഞപ്പോ അഭിമാനിക്കണം. കാരണം സൗദി വെള്ളക്കയും ഓപ്പറേഷന്റെ അവയും സീരിയസ് ആയിരുന്നു. അപ്പൊ ഇതൊരു ഡാർക്ക് കോമഡി രൂപത്തിലാണ് പുള്ളി കൊണ്ടുവന്നു. കോമഡി ചെറുതായിട്ട് കൊണ്ടുവന്നെങ്കിലും കുഴപ്പമില്ലാത്തതുകൊണ്ട്. ലാലേട്ടനാണോ മമ്മൂട്ടിയാണോ താങ്കളുടെ പേഴ്സണൽ ചോയ്സ്? അതായത് എല്ലാവരും പറയുള്ളൂ ഞാൻ ഫാൻ ബോയ് ആണെന്ന് പറയുമ്പോൾ ലാലേട്ടനാണോ മമ്മൂട്ടിയാണോ? ലാലേട്ടനായിരിക്കാം പേഴ്സണലി. നമുക്കിന് ഇഷ്ടമാണ്, ഇല്ലെന്നല്ല, പക്ഷെ ഫേവറേറ്റ് മൂവീസ് ലാലേട്ടനായിരിക്കാം. നിങ്ങൾക്ക് മറ്റേ ഈ ഏതെങ്കിലും ഒരു സിനിമയിലത്തെ ഡയലോഗ് പറയാൻ പറ്റുമോ? കിങ്ങിലത്തെ ആ ഡയലോഗ്, ഏതെങ്കിലും ഡയലോഗ് അറിയോ? അറിയില്ല, പെരിച്ചായി അറിയാം. പെരിച്ചായി പറയൂ, ഒരു ഡയലോഗ് പറയൂ, നമ്മുടെ പ്രേക്ഷകർ കാണട്ടെ. ലാലേട്ടന്റെ അതേ ശബ്ദം വരില്ല, എന്നാലും ഡയലോഗ് പറയാം. അത് 4 ആണ്. ആ കല്ല ബൗണ്ടറി സീസൺ നോക്കണോ അത് കറക്റ്റ് കിട്ടാൻ കാരണം പെരിച്ചായി ലൊക്കേഷൻ ഞാൻ വർക്ക് ചെയ്താ ജൂനിയർ ആർട്ടിസ്റ്റ്. ഫസ്റ്റ് കാല് കാണിച്ച് അഭിനയിച്ചെന്ന് പറയാം, കാല് മാത്രമേ കാണിച്ചുള്ളൂ. ഞാൻ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സിനിമയെന്ന്, പക്ഷെ അത് തുടക്കമല്ലേ, അറിയപ്പെട്ടിട്ടില്ലല്ലോ. അന്ന് എന്റെ അമ്മ അനിയപ്പരൊക്കെ അനിയത്തി അന്മരിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം അന്മരിയ സനൂപിന് കൈ കൊടുത്ത ആക്ടർ സനൂപില്ലേ, സനൂപ് മങ്കിപ്പനൊക്കെ ഇറങ്ങിയ സമയത്തായിരുന്നു. മങ്കിപ്പൻ ഇറങ്ങി അടുത്തത് പെരിച്ചായി ആയിരുന്നു, ഒരു ചെറിയ ക്യാമിയ റോൾ. പക്ഷെ അത് ലാലേട്ടനെ അന്ന് ഇത്രയും ഡിസ്റ്റൻസിൽ കണ്ട് വർത്തമാനം പറഞ്ഞില്ല, എന്നാലും ലാലേട്ടനെ അഭിനയം കണ്ട് പഠിച്ചിരുന്നു. അഭിനയിക്കുമാറാവട്ടെ, അതിന് ചാൻസ് കിട്ടട്ടെ. പിന്നെ അതുകൂടാതെ തന്നെ ഈ മങ്കിപ്പെന്നിന്റെ കാര്യം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ എപ്പോഴാണ് ഈ ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് ആർട്ടിസ്റ്റ് ആയിട്ട് വരാൻ, ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണോ സ്റ്റാർട്ട് ചെയ്തത്? എവിടെ വെച്ചിട്ടാണ് നിങ്ങൾക്ക്? നമ്മള് ബേസിക്കലി ഒരു പണിക്ക് പോയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ട്. ഫസ്റ്റ് വൈറലായ തുടങ്ങി
ചിലപ്പോ മറ്റേ ആൾക്കാർക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടിയാണ് ആ ടോക്ക് ഇട്ടത്. നമ്മൾ പണിക്ക് പോണില്ല, അപ്പൊ നമ്മുടെ പൈസ മതിയല്ലോ ജീവിക്കാൻ ടോക്ക് ഇട്ടിരുന്നു, കണ്ടിരുന്നു. അപ്പൊ ആ ടോക്ക് ഇടാൻ കാരണം വെറുതെ എന്തിനാണ് നമ്മൾ ഇമോഷണൽ ആദ്യമേ പറയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ, പിന്നീട് പറയാമല്ലോ. കാരണം നമ്മള് പെട്രോൾ പമ്പിൽ പോയിട്ടുണ്ട്, 1 hour 45 ആയിരുന്നു, 45K അല്ല 45 പള്ളുടുത്തില്. അപ്പൊ ഡെയിലി 600 രൂപ ആ രീതിയിലാണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ 2 വർഷം 2 year 2019 18 വയസ്സ് മുതൽ ഒരു 21 വയസ്സ് വരെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നാണോ ബ്രേക്ക് കിട്ടിയത്? അവിടെ നിന്ന് ഒരു ഗിരീഷൻ എന്ന് പറഞ്ഞ പുള്ളിയാണ്, മറ്റേ റോഷാണ്ടു സാറിന്റെ ഒക്കെ ഒരു വലങ്കയായിരുന്നു ഗിരീഷൻ. വലങ്കൈ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ എല്ലാ പടങ്ങളിലും ഈ പറഞ്ഞ ഗിരീഷൻ ചേട്ടൻ ഉണ്ടാവും. കാരണം കായംകുളം കൊച്ചുണ്ണിയിലാണെങ്കിലും സ്കൂൾ ബസ്സിലാണെങ്കിലും പുള്ളിക്ക് നല്ല വേഷം ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ പുള്ളി മുഖേന 2-3 കോർഡിനേറ്റർമാരെ മുട്ടിച്ചു വന്നു. റസാഖ് പട്ടാഞ്ചേരി, പിന്നെ ഉണ്ണികൃഷ്ണനെ മുട്ടിച്ചു വന്നിട്ട് അങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ കാർഡൊക്കെ എടുത്തിരുന്നു. കാർഡ് വെച്ചെടുത്ത 2 പടങ്ങൾ റിലീസായിട്ടില്ല. എന്താ പറഞ്ഞ മാമാങ്കത്തിൽ പോയിരുന്നു, പക്ഷെ കാണിച്ചില്ല. പക്ഷെ മമ്മൂക്കനെ കാണാൻ പറ്റുന്നു, ഇങ്ങനെ അടുത്തടുത്ത് കാണാൻ പറ്റി. പിന്നെ ചങ്കൂറ്റം എന്ന പടം വന്നത്, അത് പിന്നെ മാർട്ടിൻ എന്ന പടമായിട്ട് മാറി. പിന്നെ അത് ട്രെയിലർ മാത്രം ഇറങ്ങി. മാർട്ടിൻ എന്ന പടത്തിൽ നമ്മൾ വർക്ക് ചെയ്തിരുന്നു, സലീം കുമാറിന്റെ ഒപ്പം ഒരു സീനുള്ളായിരുന്നു. അത് ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാനുണ്ട്. പിന്നെ അത് ഫസ്റ്റ് ഫേസ് റിവീൽ ചെയ്തത് കാന്താരി എന്ന സിനിമയിലാണ്, 2015 ഇറങ്ങിയ സിനിമ. അത് മരിച്ച വീട്ടില് ഒരു 12-15 ആർട്ടിസ്റ്റുകളുണ്ട്. ഇങ്ങനെ ക്രൗഡ് എന്ന് പറയാൻ പറ്റില്ല, ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ക്രൗഡാണല്ലോ, 10-20 പേരുണ്ടാവും. ഇതൊരു 15 ആർട്ടിസ്റ്റ് എന്ന് പറയാം, കാരണം ആൾക്കാരെ കളിയാക്കുമ്പോഴല്ലോ. അപ്പൊ അത്രയും പേരുടെ ഒരു കൂട്ടത്തിൽ നമ്മളെ ഫേസ് റിവീൽ ചെയ്തു. അതിട്ടപ്പോഴും പുള്ളി പണ്ടേ തുടങ്ങിയെന്ന് പറഞ്ഞ് കമന്റ് വന്നിരുന്നു ഇത് ഫോട്ടോ ഒക്കെ എടുത്തിട്ടപ്പോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അച്ചായൻസിൽ അഭിനയിച്ചിരുന്നു. ഫേസ് അത്ര വലിയ റിവീൽ ആയില്ല, ഒരു ബ്ലറായിട്ട് നിപ്പുണ്ട്. അത് ഉണ്ണിമൂന്നിന്റെ ഒപ്പമാണ് ചെയ്തത്. അതിന്റെ ഡിലീറ്റഡ് സീനില് ഞാൻ നമ്മളെ ഇത് കാണിക്കുന്നുണ്ട്, നമ്മൾ മനസ്സിലാവും, നോക്കിയാൽ മനസ്സിലാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് 2019 ഡ്രൈവിംഗ് ലൈസൻസ്, അതില് പകുതി മുഖമായിട്ടാണ്, അങ്ങനെ പാളിച്ച പറ്റാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2022 തല്ലുമാല ചെയ്തത്. തല്ലുമാല ചെയ്തപ്പോ ട്രെയിലറിൽ എന്റെ ഫേസ് വന്നു. കാരണം നമ്മളിപ്പോ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള പ്രയത്നം കൊണ്ടാണ് ഈ ഫേസ് റിവീൽ ചെയ്യുന്നത്, അല്ലാതെ ഈ വൈറൽ ആയതുകൊണ്ടല്ല അന്ന് ആ ഫേസ് റിവീൽ ചെയ്തത്. അപ്പൊ ആ കൂട്ടത്തില് എടുത്തപ്പോ കോർഡിനേറ്റർമാര് പറഞ്ഞു ഇങ്ങനെ വരുവട്ടോ എന്ന് പറഞ്ഞപ്പോ അത് 2023 വൈറലായത്. ഏതാ ആ ഒരു ഫേസ് കാണിച്ചാൽ തല്ലുപോലുള്ള സീൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് RDX ചെയ്തു, അത് വൈറലായ ശേഷം കേട്ടോ. ആദ്യം ഫസ്റ്റ് മമ്മൂക്കാന്റെ ക്രിസ്റ്റഫർ എന്ന മൂവി റിവ്യൂ പറഞ്ഞു. ക്രിസ്റ്റഫർ, കണ്ണൂർ സ്കോഡ്, മറ്റേ കണ്ണൂർ കൊറോണ പേപ്പേഴ്സ്. അപ്പൊ അതിന്റെയൊക്കെ റിവ്യൂ കഴിഞ്ഞപ്പോഴാണ് ഈ RDXലേക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാ പോയത്. അപ്പൊ അതില് പെട്ടെന്ന് ഡയറക്ടർ നഹാസ് കണ്ടിട്ട് മുൻ എന്റെ പുറകെ ഇരുന്നു പറഞ്ഞു. നഹാസിന്റെ ഡയറക്ടർ അഭിനയിക്കുന്നുണ്ട് കമന്ററി പറയാനായിട്ട്. അപ്പൊ പുള്ളിയുടെ പുറകിലിരുന്ന ഒരു സംഭവം, ഇങ്ങനെ ഒരു തലയിട്ട് നോക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്തപ്പോ നമ്മള് തിയേറ്ററിൽ പോയി കണ്ടിരുന്നു. തിയേറ്ററിൽ റിവ്യൂ എപ്പോഴും പറയും. അപ്പൊ RDX വന്നപ്പോ ഇറങ്ങിയപ്പോ കണ്ടപ്പോ ഇപ്പൊ 2 വർഷം തോന്നുന്നു ഇറങ്ങിയിട്ട്. അപ്പൊ നമ്മുടെ നീരജ് മതം ഉണ്ടല്ലോ, നീരജ് പറഞ്ഞ് ക്രിക്കറ്റ് സീനിൽ താനുണ്ടല്ലേ കൊള്ളാട്ടാണ്. കാരണം നമ്മളൊരു ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലത്തെ ഒരു സംഭവം ചെയ്തത്. പക്ഷെ അത് നമ്മളിപ്പോ നിലവില് ഫെയിം നിലയിക്കുന്നതുകൊണ്ട് ആ ഒരു സംഭവം പുള്ളി എടുത്ത് പറഞ്ഞു, പെട്ടെന്ന് നമ്മൾ നോട്ടീസ് ചെയ്തപ്പെട്ടു. അപ്പൊ ആൾക്കാരുടെ അപ്രീസിയേഷൻ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ 2022 തന്നെ റാണി രാജേന്ദ്ര സീരിയല്, അത് മഴവിൽ മനോരമ റിലീസ് ചെയ്തു. എപ്പിസോഡ് 8. അത് അർച്ചന കവിക്കൊപ്പം ഡെലിവറി ബോയ് ആയിട്ടുള്ള ഒരു റോള്. അതാണ് ഫസ്റ്റ് ഡയലോഗ് പറഞ്ഞിട്ടുള്ള റോള്. കാരണം അത് ഡബ് ചെയ്ത വേറെ ആർട്ടിസ്റ്റ് ആണ്, കാരണം സീരിയലിന്റെ ഡബിങ് ഒക്കെ വേറെ ആൾക്കാരായിരിക്കും. അത് അത്യാവശ്യം ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത് വൈറലായിരുന്നു ഒരു സമയത്ത്. കാരണം ഈ ഫെയിം വന്ന സമയത്ത് ആ സീൻസ് എടുത്ത് ഇട്ടപ്പോഴേ നമ്മൾ തന്നെ അപ്ലോഡ് ചെയ്തു സീൻസ് എടുത്ത്. അപ്പൊ അങ്ങനത്തെ ഒരു ഭാഗങ്ങളൊക്കെ കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വിഷ്ണു കൊച്ചിക്കാരനെ പരിചയപ്പെടാൻ പറ്റിയപ്പോഴാണ് ഈ മീനൂസ് കിച്ചണിലൊരു വേഷം കിട്ടിയത്. അത് നല്ലൊരു വേഷം തന്നെയാണ്, കാരണം ബ്രോക്കർ റാം മനോഹർ എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ടാണ് വന്നിരുന്നത്. അപ്പൊ അത് 4 എപ്പിസോഡ് നിലവില് റിലീസായി, കാരണം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സീരിയലാണ്. അപ്പൊ അത് ഇനി ഒരു 3-4 എപ്പിസോഡ് ഇറങ്ങാനുണ്ട്. അത് വിഷ്ണു കൊച്ചിക്കാരന്റെ ഒപ്പം കോമ്പിനേഷൻ. പിന്നെ അല്ലാണ്ടും ആർട്ടിസ്റ്റുകൾക്കൊപ്പം കോമ്പിനേഷൻ ഉണ്ട്. കൂടുതലും എനിക്കാണ് സീൻസ് കൂടുതൽ, പുള്ളിക്കാരൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. അപ്പൊ സീൻസ് കിട്ടുന്നതിൽ നമുക്ക് വലിയ സന്തോഷമൊന്നുമില്ല. പറഞ്ഞാൽ
നമുക്കിപ്പോ ആസ് ആൻ ആർട്ടിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ നമുക്ക്. കാരണം പണ്ട് സിനിമകളിലാണെങ്കിലും മേക്കപ്പ് ഇല്ലാണ്ട് അഭിനയിക്കുന്നു, ഇപ്പൊ സീരിയലില് നമ്മള് മേക്കപ്പ് ചെയ്യുന്നവരെ ലേഡീസ് അല്ല. അത് വലിയ കാര്യമൊന്നല്ല പറഞ്ഞത്, കാരണം ലേഡീസ് പലപ്പോഴും അകറ്റി നിർത്താറുണ്ട് ചിലപ്പോ. ഞാൻ ചില വീഡിയോ കണ്ടിട്ടുണ്ട്, ചിലപ്പോ മലം കയറി പോകുമ്പോ ചില സമയങ്ങളിൽ അവർ ഇറങ്ങി പോകുന്ന രീതിയിലൊക്കെ അങ്ങനത്തെ ഇൻസൾട്ട് വല്ലതും നേരിട്ടിട്ടുണ്ടോ? ഇൻസൾട്ട് ഉണ്ടല്ലോ, കാരണം നമ്മള് ബസ്സിൽ യാത്ര ചെയ്യുമ്പോ പോലും ഇപ്പൊ ഫെയിം കൂടിയ പിന്നെയാണ് ഈ സീറ്റി വന്ന് ഇരിക്കാൻ തുടങ്ങിയത്. സീറ്റി പണ്ടുടങ്ങി ഇരിക്കാറുണ്ട്, വൈറലായ പിന്നെ പെട്ടെന്ന് അങ്ങനെ ഇരിക്കാറില്ലായിരുന്നു. വൈറലായ ശേഷം മുമ്പ് വരെ ഇപ്പൊ ഒരു സീറ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ പെൺകുട്ടി നമ്മള് ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കയറി ഇരിക്കുമ്പോ ഇവിടെ ഒരു സീറ്റ് ഉണ്ടല്ലോ, കയറി ഇരിക്കുമ്പോ ഇവിടെ ഒരു സീറ്റ് ഉണ്ടോ ഇരിക്കുമ്പോ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇരുന്നിട്ട്, പക്ഷെ ഇപ്പൊ വൈറലായ ശേഷം 1-2 പെൺകുട്ടികൾ വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിരിക്കാറുണ്ട്. അങ്ങനെ കുറച്ച് നല്ല അനുഭവങ്ങളുണ്ട്. അപ്പൊ അടുത്ത് തന്നെ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു നമ്മള് ആറാട്ടണ്ണനോടൊപ്പം തന്നെ ഡാൻസ് കളിക്കുന്ന മണവാളന്റെ മാരേജിന് പോയപ്പോഴാണ് അല്ലേ, അവിടെ ഒരു സീക്വൻസ് ആയിട്ട് നല്ല ഡാൻസ് കളിച്ചു. അതൊന്നും നല്ല അടിപൊളിയാണ്. കാരണം ഈ മസ്താനിയൊക്കെ ആയിട്ട് നമ്മൾക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോ ആങ്കർമാരെ നമ്മൾ അങ്ങോട്ട് കയറി ഈ കൃഷി എന്നൊന്നും ഞാൻ പറയാറില്ല, താല്പര്യമില്ല. മസ്താനി തന്നെ ഒരു പ്രാങ്ക് നമ്മൾ ചെയ്തിരുന്നു. പ്രാങ്കിനെ പറ്റി ഞാൻ പറയുന്നില്ല, മലയാളം ഞാൻ റിലീസ് ചെയ്ത്. അപ്പൊ അങ്ങനെ ഒരു ബന്ധമായിരുന്നു മലയാളം ഞാനും തമ്മിൽ. പ്രാങ്ക് വീഡിയോ ഒക്കെ എടുത്തിട്ട് അത്യാവശ്യം അത് ഫ്രീ കണ്ടിട്ട് നമ്മൾ പൈസ വാങ്ങാറില്ല. കാരണം ഒരു ഫ്രണ്ട്ഷിപ്പിന് കൊടുത്താ പുള്ളിയോ എനിക്ക് ചോദിക്കാൻ തോന്നിയിട്ടില്ല എന്ന് അറിയില്ല. എന്നാലും പുള്ളി എന്തായാലും നമുക്ക് അവരായിട്ട് എന്തെങ്കിലും തരം നമ്മൾ വേണ്ടെന്ന് പറയാറില്ല, വാങ്ങിക്കാറുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ വലിയൊരു പേയ്മെന്റ് ഞാൻ മലയാളം ചോദിക്കാറില്ല, മേടിക്കാറുമില്ല. പക്ഷെ തരാറുണ്ട്, ഇല്ലെന്ന് പറയാനില്ല. പക്ഷെ പുള്ളിയുടെ കല്യാണത്തിന് പോയപ്പോ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ പെട്ടെന്ന് സ്റ്റേജിൽ കയറി മലയാളം കൈ കൊടുത്തു, 2 സ്റ്റെപ്പ് ഡാൻസ് കളിച്ചപ്പോ പെട്ടെന്ന് മസ്താനി കയറി വന്നു. പിന്നെ പുറകെ പെമ്പിളാര് ഒരുമിച്ചുള്ള ഡാൻസ്, അതൊക്കെ ഒരു പലർക്കും അടിയാണ്. കാരണം എല്ലാം പറഞ്ഞാൽ എന്നെ പേഴ്സണലി ഒരുപാട് പേർക്ക് എന്ന് പറഞ്ഞാൽ എന്റെ ബന്ധുക്കൾക്ക് ഒരുപാട് പേർക്ക് പുച്ഛമാണ്. എന്ന് പറഞ്ഞാൽ ഈ എന്റെ പ്രായമുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് എന്നെ ഒരു ബ്രദറിലായിട്ട് കാണാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ ഇപ്പൊ എനിക്ക് സ്വന്തം അനിയത്തിയുണ്ട്, ആൻമരി എന്ന പേര്. അവള് എന്നെ ഒരു ആങ്ങളയായിട്ട് അല്ലെങ്കിൽ ഒരു സ്വന്തം ചേട്ടനായിട്ട് കാണുന്നുണ്ട്, മനസ്സിലായി. അല്ലാണ്ട് AJP സെലിബ്രിറ്റി ഇമേജ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ താരം ആ ഒരു രീതിയിലല്ലോ കാണണം. മറ്റുള്ള ആൾക്കാർക്ക് ഇപ്പോ ആ ഒരു രീതിയിലേ കാണാൻ പറ്റുള്ളൂ. താരമല്ലേ, സെലിബ്രിറ്റി അല്ലേ, അതുകൊണ്ട് അടുക്കാൻ പറ്റില്ലല്ലോ എന്നൊരു ടോണുണ്ട്. പക്ഷെ നമ്മളിപ്പോ നിൽക്കുന്ന ഫീൽഡ് ഇത് മീഡിയ അറ്റൻഷനുള്ള ഫീൽഡ് ആയതുകൊണ്ട് മീഡിയ റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പൊ നടിമാരാണെങ്കിലും ആങ്കേഴ്സ് ആണെങ്കിലും നമ്മളെ കാണുമ്പോൾ റെസ്പെക്ട് ചെയ്യുമ്പോ ഇല്ലേ, ഈ ഒരു ഫീൽഡായിട്ടൊരു എന്താ പറയാ ഒരു അടുപ്പം വന്നു തുടങ്ങി. ഇപ്പൊ തന്നെ ഒരു പുതിയൊരു പേര് ഞാൻ പറയുന്നില്ല, അടുത്ത ഫംഗ്ഷൻ മലബാറിന്റെ ഫംഗ്ഷൻ ഹിറ്റ് ആയപ്പോ തന്നെ അടുത്ത ഫംഗ്ഷൻ വിളിച്ചു, ബർത്ത്ഡേ ഫംഗ്ഷൻ. അത് ഫ്രീ ആണ്, അത് പേയ്മെന്റ് ഇല്ല. എന്നാലും നമ്മള് വർക്ക് മെയിൻ ഫംഗ്ഷൻ നമ്മൾ പേയ്മെന്റ് വാങ്ങാറുണ്ടല്ലോ ചേട്ടാ, മനസ്സിലായി. എല്ലാത്തിനും നമ്മള് കാരണം നമ്മള് ഈ നിജോ എന്ന് പറഞ്ഞ ചേട്ടന്റെ കല്യാണത്തിന് പോയപ്പോഴാണ് നമുക്ക് നെഗറ്റീവ് ഇമേജ് വന്നു. കാരണം നെഗറ്റീവ് ഇമേജ് എനിക്ക് ബേസിൽ തോന്നിയത്, കാരണം ഒരു പള്ളിയിൽ പോയിട്ട് കെട്ട് കാണണമെന്ന് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും എന്നോട് എന്റെ കൂട്ടുകാർ പോയി പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ പോയി. പിന്നെ നമ്മള് അറിയാലോ, നമുക്കിപ്പോ അറ്റൻഷനിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ട് എനിക്ക് ഒരു ധൈര്യക്കുറവുണ്ട് പള്ളിയിൽ ഒറ്റയ്ക്ക് വെറുതെ ഇരിക്കുമ്പോ. അപ്പൊ ക്യാമറ എന്റെ നേരേക്ക് ഫോക്കസ് ചെയ്തു, ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ എടുത്തു. അപ്പൊ അവരുടെ സാധനം എടുത്തെന്നൊക്കെ രീതിയിൽ ഇതാക്കി. അവരുടെ ഒരു ക്ലിപ്പിങ്സ് എടുത്തിരുന്നു, പക്ഷെ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തു. പക്ഷെ അവർ വേറൊരു പെണ്ണിന്റെ ഫോട്ടോ നമ്മൾ സൂം ചെയ്തെടുത്തു. അത് നമുക്കറിയില്ല, നമ്മുടെ ക്യാമറമാൻ എടുത്താന്ന് അറിയില്ല. പക്ഷെ എന്തായാലും നമ്മളായിട്ട് ആരെടുപ്പിക്കണല്ലോ. കാരണം ഞാനാണെങ്കിൽ പേഴ്സണലായിട്ട് ഇപ്പോ ഒരുപാട് പേരെടുത്ത് പറഞ്ഞ ഡിസ്റ്റന്റ് ആണെങ്കിലും ഒരുപാട് പെൺകുട്ടികൾ നമ്മളോട് റീൽ ചെയ്യുമ്പോൾ പേയ്മെന്റ് ഞാൻ കൊടുക്കാറുണ്ട്, മനസ്സിലായി. പേയ്മെന്റ് കൊടുത്താണ് ഒരുപാട് പെൺകുട്ടികൾ വന്ന് റീൽ ചെയ്ത് പോകുന്നത്. ഒരു കാലം വരെ നമ്മള് മറ്റേ കസേര കളിക്കാനും പിന്നെന്താണ് മണ്ണപ്പൻ ചുട്ടു അതൊരു സംഭവം ഉണ്ടല്ലോ, മണ്ണപ്പൻ ചുട്ട് നടക്കണ കാലം പാട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ രീതിയിലൊക്കെ നമ്മളോട് ഇടപെട്ട ഈ മറ്റേ സഹോദരിമാരെന്ന് പറയാം, കസിൻ സിസ്റ്റേഴ്സ്, അവര് നമ്മളെ ഇപ്പൊ അകറ്റി ഇങ്ങനെ നിർത്തുമ്പോ വേറൊരു കാര്യം പറയാനുള്ളത്, അവരുടെ ഇടയിലും ഒരുപാട് ആ ഒരു പ്രായത്തിലുള്ള ഒരു ചെറുക്കന്റെ കല്യാണം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കല്യാണത്തിന്റെ ബേസിലാണ് അവരെ കളിയാക്കണമെങ്കിൽ ആ പേര് ചെക്കന്റെ പേര് ഞാൻ പറയുന്നില്ല, എന്നെക്കാൾ 2 വയസ്സ് 30. ആ പുള്ളിയുടെ നിക്കാഹ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടില്ല, ക്രിസ്ത്യനാണ്.
അപ്പൊ അവര് എന്നെക്കാളും റിച്ച് എന്ന് പറയാൻ ഭയങ്കര റിച്ചാ. കാരണം ഇത് ആരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയുള്ള വീഡിയോ എന്നല്ല നമ്മൾ പോയി പറയണം. നമുക്ക് എന്നെ പേഴ്സണലി പെരേര ഒരു എടുക്കരുത് എന്ന് പറയാം. ഇത് മറ്റേ പെണ്ണുങ്ങളുടെ വൈറലാക്കല്ലേ എന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവശ്യം നമുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചോദിക്കാം. പക്ഷെ നമുക്കിപ്പോ ഫെയിം ആയിട്ട് നിൽക്കുന്നതല്ല. അപ്പൊ നമുക്കൊരു ധൈര്യക്കുറവില്ല ഉണ്ടല്ലോ. അപ്പൊ അതാണ് നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് പ്രോഗ്രാമിലൊക്കെ പോകുന്നത്. അവിടെ പോയി നമ്മൾ ക്യാമറ ഓൺ ചെയ്യാറുണ്ട്. അതായത് മോശമായിട്ട് എടുക്കാറില്ല, ഒരു പെണ്ണുങ്ങളുടെ വീഡിയോ എടുക്കാറില്ല. ഇപ്പൊ നമ്മൾ അതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ തിരിഞ്ഞിരിക്കുന്ന ഒരു മറ്റേ കുറച്ച് പൊതുജനങ്ങളുണ്ട്, അമ്മച്ചിമാരുടെ ആൾക്കാർ. വീഡിയോ ഇപ്പൊ ഞാൻ എന്നെ ഫോക്കസ് ചെയ്യുമ്പോഴേ തിരിഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ വീഡിയോ വരാറുണ്ട്. പക്ഷെ അത് അവർക്ക് വരാതില്ല. മനസ്സിലായോ? ഫാമിലി ആയിട്ട് അങ്ങനത്തെ കുറെ ഇഷ്യൂസ് അല്ലെ, ഫാമിലി കളിയാക്കുന്നൊക്കെ ആയിട്ടുള്ള കുറച്ച് ഫാമിലി തന്നെ ഞാൻ പറഞ്ഞല്ലേ. ഇപ്പൊ എനിക്കിപ്പോ 24 വയസ്സ്, 26, 27, 28, 29 ആ കാറ്റഗറിയിലുള്ള ഒരുപാട് കസിൻ സിസ്റ്റേഴ്സും കസിൻ ബ്രദേഴ്സും കല്യാണം ഇതുവരെ നടന്നിട്ടില്ല. ഒരാളെ ഞാൻ കളിയാക്കുകയല്ല. പക്ഷേ വൈറലായി എന്ന് പറഞ്ഞ് എന്നെ അപകീർത്തിപ്പെടുത്തുമ്പോഴാണ് ഒരുപാട് ഇപ്പൊ നമ്മള് ക്യാമറക്ക് മുന്നിൽ ചിരിച്ച് അല്ലെങ്കിൽ കോമിക്ക് ചെയ്യുമ്പോഴും ഉള്ളിനുള്ളിൽ ഒരു വിഷമമുണ്ട്. കാരണം നമ്മളിപ്പോ ഡിഗ്രി കഴിഞ്ഞ് അടുത്ത ഡിഗ്രി പോയി കഴിഞ്ഞാൽ ഇതൊന്നും ചോദിക്കൂല. പക്ഷെ നമ്മള് ആസാൻ വ്യക്തി ഒരുപാട് പേര് നമ്മളെ തയ്യാൻ നോക്കി. എന്റെ അങ്കിളായിട്ടുള്ള ലാൽമോനങ്ങള്, ജോർജങ്ങള്, അവരൊക്കെ എന്നെ ഒരു ജോലി തരാനോ സഹായിക്കാൻ നിന്നിട്ടില്ല. കാരണം അവരോടൊക്കെ ജോലി ചോദിച്ചപ്പോ ഇവരൊക്കെ എന്റെ അമ്മയുടെ നിത്യങ്ങളെ ഭർത്താവൊക്കെ. പക്ഷെ കുറ്റമായിട്ട് പറയുന്നല്ലേ. ഇവരോടൊക്കെ ഞാൻ ചോദിച്ചു, എനിക്കൊരു ജോലി വാങ്ങിച്ചു തരുമോ എന്ന് അങ്ങളെ ചോദിച്ചു. പക്ഷെ ആ ഇപ്പൊ എന്റെ പപ്പയോട് പറഞ്ഞപ്പോൾ പോലും പപ്പ ഗൾഫിൽ ജോലി എനിക്ക് വാങ്ങിച്ചു തന്നില്ല. പപ്പക്ക് 10 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. ഈ 3 പേരും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്തേലും അപകടം വന്ന് രക്ഷിക്കുക അതല്ലല്ലോ. നമുക്ക് ആസാൻ ഒരു വ്യക്തി 18 വയസ്സ് കഴിയുമ്പോൾ ഒരു ജോബ് എന്തായാലും വേണമല്ലോ. കാരണം നമുക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞ് BA കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്നു. അപ്പൊ BA വെച്ച് ജോലിക്ക് ട്രൈ ചെയ്തപ്പോൾ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും. ഇംഗ്ലീഷായിരുന്നു. കാരണം പിയൂണും ഓഫീസ് ജോബൊക്കെ ട്രൈ ചെയ്ത സമയത്ത് 5 lakhs ചോദിച്ചോട്. ശരി, പ്രൈവറ്റ് ജോബിന് വേണ്ടിട്ട് 5 ലക്ഷം രൂപ. കാരണം എന്നോട് പണ്ട് ഏതൊരു പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി 2 കോടി ചോദിച്ചു. അപ്പൊ അപ്പോഴാണ് ഞാൻ ആ അഭിനയം വിട്ടത്. പിന്നെ വൈറലായ ശേഷമാണ് ഞാൻ ബാഡ് ബോയ്സിൽ ഇങ്ങോട്ട് എനിക്ക് പേയ്മെന്റ് കിട്ടി ഞാൻ അഭിനയിച്ചത്. അപ്പൊ അതുകൊണ്ട് തുടരെ പടങ്ങൾ കിട്ടണില്ല എന്നൊരു വിഷമം ഉണ്ടെങ്കിലും ഇപ്പൊ ഗുലാന്റെ ചോലസ്റ്റിയൊക്കെ ഇറങ്ങാനുണ്ട്, റാം പിന്നെ മാർട്ടിനൊക്കെ ഇറങ്ങാനുണ്ട്. പക്ഷെ നമുക്ക് ആസാന വ്യക്തി കണ്ടന്റ് ചെയ്യേണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നിലവിൽ ചെയ്യാൻ പറ്റുന്നത്. കാരണം അതുകൊണ്ട് ഷോർട്ട് ഫിലിം ചെയ്യുന്നു, ആൽബങ്ങൾ ചെയ്യുന്നു, പിന്നെ ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യുന്നു. പിന്നെ ഇനി ഇപ്പോ വിവാദപരമായിട്ടുള്ള പല കണ്ടന്റുകളും നമ്മൾ ഫോം ചെയ്യുന്നു. അതൊക്കെ നമ്മുടെ ഓരോരുത്തരെ നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് ഇതിനു വേണ്ടി. ആണിന്റെ വിജയത്തിന് പിന്നിൽ ഒരു പെണ്ണിന്റെ ശക്തി എന്ന് പറയുന്ന പോലെ തന്നെ ഓരോ കണ്ടന്റിന്റെ പിന്നിലും ഒരു സ്ത്രീയുടെ ഒരു കരങ്ങളുണ്ട്. സപ്പോർട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ സപ്പോർട്ട് പറയാം. പക്ഷെ കരങ്ങളുണ്ട്. അവർക്ക് ഇൻവോൾവ്മെന്റ് താല്പര്യമുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ വന്ന് വർക്ക് ചെയ്യുന്നത്. ഇപ്പോ എന്നെ ഒരു പീഡനവീരൻ അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. പല വീഡിയോയിലും കെട്ടിപ്പിടിച്ച് റീൽ ചെയ്യുന്നു, ആ വ്യക്തി നമ്മളെ പറ്റി പറയുന്നു, അങ്ങനെ പറ്റി ഒരുപാട് സംഭവങ്ങൾ നടന്നു നിന്നു. ആ സമയത്തൊക്കെയും ഒരുപാട് ട്രാൻസിന്റെ വിഷയങ്ങൾ നടന്ന സമയത്തും പ്രശ്നം വന്നിരുന്നു. പക്ഷെ എന്നൊക്കെ ഇതെല്ലാം മറന്നിട്ട് നമ്മളുടെ ഒരു വർക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളവിടെ കൂടെ 100% വിശ്വസ്ത. നിങ്ങൾക്ക് ഭയങ്കരമായി സ്ട്രെസ് അടിക്കാറുണ്ടോ? ലൈക്ക് ഇത്രയും വലിയ ആരോപണങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ വ്യക്തികൾക്ക് ഒരുപാട് സ്ട്രെസ് സ്ട്രെയിനും വന്ന് ഒരു പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടോ സ്കൂളിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. കാരണം നമ്മൾക്ക് പേഴ്സണലി ഇപ്പോ ഈ ലേഡീസിന്റെ കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നത് വെച്ചാൽ നമ്മള് ഒരു ടൈമില് 10th അല്ല 10ാമത്തെ വയസ്സിൽ ഒരു പെൺകുട്ടി നമ്മളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. ഓ ശരി, അങ്ങനെ ഉണ്ടായോ? കാരണം സ്കൂൾ ബസ്സിൽ വെച്ച് എന്നെ എന്താ പറയാ മാന്തുക, ഇടിക്കുക, അങ്ങനത്തെ എന്നെ ഇടിക്കുക. അത് കേസ് കൊടുത്തെങ്കിൽ ആ പെൺകുട്ടി നകത്താണ്. പേര് ഞാൻ പറയുന്നില്ല, ആരാന്ന് ഞാൻ പല ഇന്റർവ്യൂ ഞാൻ പറയാണ്ട് വരെ പറഞ്ഞിട്ടുണ്ട്. ഇതെന്റെ മെന്റലി എന്നെ എന്താ പറയാ ഒരു ഇഞ്ചറി പറ്റിന്ന് പറയില്ലേ ഹെഡിന്. അപ്പൊ അതേപോലെ മൈൻഡ് പോയി. അതിനുശേഷം എനിക്ക് സ്ത്രീകളോട് മിണ്ടാനോ നോക്കാനോ
രീതിക്ക് എനിക്ക് പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് കൗൺസിലിങ്ങും പിന്നെ സൈക്കാട്രിസ്റ്റ് അടുത്തേ പോയെന്ന് തോന്നുന്നു. കാരണം ഇതിന് നമുക്ക് വട്ടുണ്ടോന്ന് ചോദിക്കാനുണ്ട്. വട്ടില്ല, അത് മാറിക്കോളും എന്ന് തോന്നുന്നു. ഇങ്ങനത്തെ ഈ ആൾക്കാരുള്ളൊരു ഇത് എത്ര വർഷം പോയിട്ട് സൈക്കാട്രിസ്റ്റ് എത്ര വർഷം പോയിട്ടുണ്ട്? അല്ല, നമുക്ക് കൗൺസിൽ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് നമ്മള് ഭ്രാന്താശുപത്രിയിലൊന്നും പോയിട്ടില്ല. പക്ഷെ നമ്മൾ ഡോക്ടറിനെ കണ്ടിട്ടുണ്ട്, സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ടിട്ടുണ്ട്. നമ്മൾക്ക് ഇങ്ങനെ മെന്റൽ ഡിപ്രഷൻ വന്നപ്പോ. അത് ഒരിക്കലും തെറ്റല്ലല്ലോ. ഇല്ല, തെറ്റില്ല. അത് നമുക്കൊരു കറക്റ്റ് ചെയ്യാന്നുള്ള ഇതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് ആ സമയത്ത് എനിക്ക് ഈ സിനിമ എന്നൊരു പ്ലാറ്റ്ഫോമാണ് എനിക്ക് റിലീഫ് കിട്ടിയത്. കാരണം എനിക്ക് ഈ 10 പടത്തിൽ എന്നെ നായകനായിട്ട് അഭിനയിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ ആസാൻ വ്യക്തി തിയേറ്ററിൽ പോയിട്ട് റിലീസ് ദിവസം തന്നെ ഈ റിവ്യൂവർ ആകാൻ മുമ്പ് തന്നെ ഒരു എന്താ പറയാ 2015 മുതലാണ് എന്തോന്നു ഒറ്റയ്ക്ക് പടം പോയി കാണാൻ തുടങ്ങി. ഒരു 14 വയസ്സ് തുടങ്ങി ഞാൻ തിയേറ്ററിൽ പോകുന്നുണ്ട് ഒറ്റയ്ക്ക്. അത് പേപ്പറൊക്കെ വിട്ടിട്ടൊക്കെ പോയിട്ടുണ്ട് വീട്ടിൽ. ശരി. വീട്ടിലെ ഉപകരണങ്ങളൊക്കെ ഈ പഴകിയ വസ്ത്രങ്ങള്, പഴകിയ തുരുമ്പുകൾ, അതൊക്കെ എടുത്ത് ആക്രിക്കാർക്ക് കൊടുത്തിട്ടൊക്കെ സിനിമയ്ക്ക് പോയിട്ടുണ്ട് ഒരു സമയത്ത്. കാരണം ആ സിനിമയോട് എനിക്ക് അത്രയ്ക്ക് പാഷനായിരുന്നു. കാരണം ഒരു 100 രൂപ മതി അന്ന് സിനിമ കാണാനായിട്ട്. കാരണം ബസ് കാശ് എല്ലാവരും കൂട്ടുമ്പോൾ 100 രൂപ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ എന്റെ മുമ്പിലേക്ക് സിനിമ ടിക്കറ്റുകളൊക്കെ ഫ്രീ ആയി കിട്ടുന്നു. കാരണം ആസാൻ റിവ്യൂവറായി മാറിയപ്പോ എല്ലാ വെള്ളിയാഴ്ചയും ഭൂരിഭാഗം സിനിമകളും എനിക്ക് വെറുതെ പോയി കാണാം. കാരണം ഈ ട്രാവലിന് കുറച്ച് പൈസയാവും. കാരണം ഫുഡും വണ്ടിയും അങ്ങനെ ഒന്നും ടിക്കറ്റ് ഫ്രീ ആണല്ലോ. കാരണം 250 രൂപ ടിക്കറ്റ് മാക്സിമം ആൾക്കാർ എനിക്ക് ഫ്രീ ആയി തരാറുണ്ട്. പിന്നെ ചില സമയത്തൊക്കെ നമ്മൾ എടുത്ത് കാണാറുണ്ട് സിനിമ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട്. കാരണം അതിനുള്ള വരുമാനം ഉണ്ടല്ലോ. ഇപ്പോ ബർത്ത്ഡേ വിഷാണെങ്കിലും കല്യാണ വിഷാണെങ്കിലും പ്രോഗ്രാംസ് ആണെങ്കിലും കിട്ടുന്നുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഇല്ലാത്ത സമയത്താണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ അത് എപ്പോഴും പോകാൻ പറ്റില്ല. കാരണം ഈ പേപ്പർ എന്ന് പറയുന്ന സംഭവം അത്ര ആണല്ലോ. കാരണം എനിക്ക് ഡാഡി ഗൾഫിലാണെങ്കിലും ഡാഡി അങ്ങനെ പേയ്മെന്റ് ഒന്നും തരുന്നില്ല. മാസം 1000 രൂപ ഇട്ട് വരും ബാങ്കിൽ. അതുകൊണ്ട് ഇപ്പൊ എത്ര പടം കാണാൻ പറ്റും. കാരണം എനിക്ക് ഈ റിലീഫാണ്. കാരണം ഈ മെന്റൽ പല ആൺകുട്ടി സുഹൃത്തുക്കൾക്കും ഈ കാമുകമാരുള്ളപ്പോ എനിക്ക് അങ്ങനെ ഒരു പേഴ്സണൽ ഒരു കാമുക ഇല്ലാത്തൊരു വിഷമമുണ്ട്. പണ്ട് മുതല് ലവറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമ കാണുമ്പോ എനിക്ക് അവർക്ക് കഥാപാത്രങ്ങൾക്ക് പ്രണയിക്കുന്ന കാണുമ്പോ ഒരു റിലീഫ്. ക്രഷ് തോന്നിയിട്ടില്ലേ? ആരോടും ക്രഷ് തോന്നാറില്ല. തോന്നിയിട്ടുണ്ട്, പക്ഷെ അത് പറഞ്ഞിട്ട് വലിയ കാര്യമില്ലെന്ന് മനസ്സിലായി. പിന്നെ ഉണ്ടായിട്ടുണ്ടല്ലേ ക്രഷ്? നടിമാരോട് മാത്രമല്ല, നമുക്ക് ചെറുപ്പത്തില് എന്റെ നാട്ടിൽ തന്നെ 2-3 ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് താല്പര്യമില്ലെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് തിരിച്ചു. പിന്നെ അവര് ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷെ നമ്മളൊരു ആരാധനയായിട്ട് അവരുടെ ചെന്ന് കഴിഞ്ഞാൽ അവരെന്നെ ആട്ടിപ്പായിക്കും. കാരണം ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയായിട്ട് റിലേറ്റ് ചെയ്ത് പറയാം. സൗണ്ട് തോമ സിനിമയില് അമിതാഭ് പ്രമോദിന്റെ അടുത്തേക്ക് ദിലീപേട്ടന്റെ തോമ എന്ന ക്യാരക്ടർ പോയി കരഞ്ഞ സിറ്റുവേഷൻ ഉണ്ടല്ലോ. ആ സാധനം ഉണ്ടല്ലോ. അപ്പൊ അതെനിക്ക് വലിയ താല്പര്യമില്ല. കാരണം എന്താണ് ഫേസ് ചെയ്യാന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആ സീൻ എനിക്ക് വലിയ താല്പര്യമില്ല. ഈ പുറകെ പോയിട്ട് ഇഷ്ടം പറഞ്ഞിട്ട് വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ, കാരണം വീട്ടിൽ പോയി പറയാലോ, കാരണം താങ്കളുടെ മകളെ എനിക്ക് ഇഷ്ടമെന്ന് പറയാം. പക്ഷെ 1-2 പേരുണ്ട്, ഇപ്പോഴും ഉണ്ട്, കല്യാണം കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവര് അത്യാവശ്യം ക്യാഷുള്ള ടീംസാണ്. പക്ഷെ നമ്മുടെ അറിയാലോ, നമ്മുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഒരു നമ്മുടെ കണ്ടന്റുകളുടെ ഇത് പ്രശ്നമുണ്ട് കുറച്ച്. കാരണം അത് കമന്റ്സുകളൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരു ഇതുള്ളതുകൊണ്ട് നമുക്ക് ചെല്ലാൻ പറ്റില്ല. എന്നാലും നമ്മുടെ അറിയാത്ത ആൾക്കാരുടെ അടുത്തേക്ക് ചെല്ലാം. നമ്മളെ മനസ്സിലായി. ഇപ്പൊ എന്നെ തന്നെ ഒരുപാട് ആങ്കർമാർ മനസ്സിലാക്കുന്നുണ്ടല്ലോ, മനസ്സിലായ പിന്നെ കണ്ടന്റ് ചെയ്യാൻ വരുന്ന നടിമാര്. അപ്പൊ അവരൊക്കെ നമ്മളെ മനസ്സിലാക്കുമ്പോ നമുക്ക് നാളെ ഒരു കുട്ടി വരില്ല. ഇപ്പൊ തന്നെ ശ്രീ എന്ന് പറഞ്ഞ കുട്ടി ഒരു വീഡിയോ പറഞ്ഞിരുന്നു, അൽജോസ് പെരേരയ്ക്ക് പെണ്ണ് കെട്ടാൻ എന്താ പാട്, സുന്ദരനല്ലേ, ഒരു സമയത്ത് കെട്ടിയിരിക്കും, മുട്ടി നിൽക്കുന്നതാണെന്നൊക്കെ ചോദിച്ചു. അപ്പൊ അതുപോലെ ഒരു സമയമുണ്ട്, എല്ലാത്തിനും സമയമുള്ളപ്പോ നമുക്ക് പിന്നെ ഇതിനോട് നമുക്ക് ഈ സിനിമയോട് എനിക്ക് പാഷൻ ഉള്ളതാണ് ഇത്രയും 9 വർഷം ഞാൻ നിന്നത്. കാരണം 2013 തുടങ്ങി 2025 ഇപ്പൊ നിൽക്കുന്നു 12 വർഷം. അപ്പൊ അത്രയും വർഷം സിനിമയുള്ള പാഷൻ ചെറുപ്പം മുതലേ ഇൻട്രസ്റ്റ് വന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ കല്യാണം ഇപ്പൊ 2-3 വർഷമായി. ഇപ്പൊ ഞാൻ ആലോചിക്കുന്ന കേട്ടോ, ഒരു 4-5 വർഷത്തിനുള്ളിൽ ചിലപ്പോ പൈസ സംഭവിക്കാണ്ടിരിക്കാം. എന്നാലും നമുക്ക് ഡിപ്രഷൻ ഇല്ല. നമുക്ക് മുന്നിലേക്ക് സിനിമയുള്ളതുകൊണ്ട് സിനിമയിൽ അഭിനയിക്കാൻ എപ്പോഴും ഞാൻ സിനിമയോട് മാത്രം പ്രണയം. സിനിമ കാണുക, റിവ്യൂ പറയാനല്ല, സിനിമ കണ്ട് ആസ്വദിക്കുക. പിന്നെ നമ്മള് കൂടെ വന്ന അഭിനയിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളായിട്ട് ഹൃദയത്തോട് സംസാരിക്കുക. അതിപ്പോ സാധിക്കുന്നുണ്ടല്ലോ.
ഓക്കെ. അമ്മയിലെ മെമ്പർഷിപ്പ് കിട്ടിയായിരുന്നു? അമ്മയിലെ മെമ്പർഷിപ്പിന് ശ്രമിക്കുന്നുണ്ടോ? എന്താണ് സ്ഥിതി? അമ്മയെ പറ്റിയിട്ട് എന്താ? കാരണം പലരും ഇപ്പം നമ്മളിപ്പം വിവാദമായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അമ്മ എന്നുള്ള അസോസിയേഷൻ AMMA എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഈ മീഡിയക്കാർ പറയുന്നതാണ്, അത് അവരുടെ വേർഷനാണ്. എന്നാലും അന്ന് വിജയബാബു ചേട്ടൻ പറഞ്ഞു കേട്ടു ഇത് AMMA എന്നുള്ള പറയുന്ന അമ്മ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ധ്യാൻ ശ്രീനിവാസനോട് ചോദിക്കുന്ന ഒരു വീഡിയോ. അതേപോലെ തന്നെ നമുക്ക് അലിൻ ജോസിനോട് ചോദിക്കാം. അലിൻ എന്താണ് ഇങ്ങനെ പറയുന്നതാണോ ശരി, അത് അമ്മ എന്ന് പറയുന്നതാണോ ശരി, AMMA എന്ന് പറയുന്നതാണോ ശരി? അമ്മ എന്ന് പറഞ്ഞാൽ ശരി. അമ്മ എന്നാണോ ശരി അല്ലേ? കാരണം ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് അതിൽ വന്ന കുറച്ച് ഹേമ കമ്മിറ്റി വിഷയങ്ങളായിരിക്കാം ചിലപ്പോ അത് തിരുത്തി പറയാം. പക്ഷെ വിവാദങ്ങൾ ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. ഞാൻ പിന്നെ ഹേമ കമ്മിറ്റി വിഷയം വന്നപ്പോഴേ ഒരു വാക്ക് ഞാൻ പറഞ്ഞില്ല, ശ്രദ്ധിച്ചായിരുന്നു? മനസ്സിലായി. കാരണം നമ്മള് ആസാം സിനിമയില് മാത്രമല്ല സീരിയലിലും വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോ അവരുടെ ചോറ് തിന്നുന്ന വ്യക്തി അവരെ പറ്റി നല്ലതോ മോശമോ, നല്ലത് പറയാറുണ്ട്, പക്ഷെ മോശമായിട്ട് പറഞ്ഞിട്ട് അതിന്റെ ഒരു ഫെയിം എനിക്ക് വേണ്ട. കാരണം നോയാ പറഞ്ഞ പല മീഡിയക്കാരും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോ എന്നെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്യാൻ നോക്കി. കാരണം എന്റെ ഒരു ബൈറ്റ് ഞാൻ പുറത്തുവിടില്ലെന്ന് ഞാൻ പറഞ്ഞു, താല്പര്യമില്ലെന്ന് പറഞ്ഞു. എന്നോട് പലരും ഇങ്ങനെ പറയും അങ്ങനെ പറയും എന്നൊക്കെ പാർശ്യം ധരിച്ചും പറഞ്ഞിരുന്നു. സന്തോഷ് വർക്കി മൊത്തത്തില് സിനിമേനെ മനസ്സിലായോ കീറി പൊളിച്ച് പറഞ്ഞു. അപ്പൊ അത് പുള്ളിക്ക് ദോഷം കിട്ടിയല്ലോ. പുള്ളി എഴുതിയിട്ട് സ്റ്റേറ്റ്മെന്റ് പുള്ളിക്ക് ജയിലിൽ വരെ പോകേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജയിലിൽ പോകേണ്ടതെന്നല്ല, നല്ലതല്ലെന്നല്ല, പക്ഷെ ഇങ്ങനെ പറഞ്ഞ് പോകുന്നതേ. കാരണം നടിമാർ അത്രയും പരാതി കൊടുക്കുക, അല്ലാണ്ട് പുള്ളിക്ക് മറ്റേ സിനിമയില് മൊത്തത്തിൽ ആക്ഷേപിച്ച കൊണ്ടാണെന്ന് തോന്നല്ല. പക്ഷെ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, നടിമാരെ പറ്റി പറഞ്ഞ നടിമാർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ഇപ്പൊ എന്റെയും ഫേസ്ബുക്ക് റീച്ചാണ്, എനിക്കും വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. പക്ഷെ എനിക്ക് കുറച്ചൊക്കെ ഈ തലക്ക് ഈ വെളിവെള്ളം കൊണ്ട് അങ്ങനത്തെ ഉള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇടാറില്ല. കാരണം ഈ എന്നെ പറ്റി തന്നെ സന്തോഷ് വർക്കിനെ പറ്റി നല്ലത് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റാണ് ഹൻസിബ ഹർഷൻ. ഇപ്പോ പോലീസ് ഡേ എന്ന് പറഞ്ഞൊരു ഇന്റർവ്യൂ ഉണ്ടാവും സിനിമയുടെ. അപ്പൊ അതിന്റെ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ബൈറ്റിലാണ് പറഞ്ഞത്, മീഡിയ പേഴ്സൺ ചോദിച്ചത് ക്വസ്റ്റ്യൻ ആണ്, ഈ സന്തോഷ് വർക്കിയെയും അലൻ ജോസ് പെരേരയും എന്തുകൊണ്ടാണ് സിനിമയിൽ അഭിനയിപ്പിക്കുന്നത്, അത് എന്തിനാണ് വെറുതെ എന്നൊക്കെ ചോദിച്ച ചോദ്യം. അപ്പൊ അവരുടെ ഒരു പോയിന്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. കാരണം ഹാൻസിബ ഹർഷൻ എന്ന് പറഞ്ഞ വ്യക്തി അമ്മ എന്ന് പറയുന്ന അസോസിയേഷനിലെ ലേഡി ചെയർപേഴ്സൺ ആണ്. മനസ്സിലായി? ലാലേട്ടന്റെ ഒപ്പം ആ ഒരു ജനറൽ ബോഡി മീറ്റിംഗിലെ നിറസാന്നിധ്യമാണെന്ന് ഓർക്കണം ഫസ്റ്റ്. കാരണം ഇത് എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ ഈ ജനറൽ ബോഡി മീറ്റിംഗിന്റെ വീഡിയോ ഞാൻ കാണാറുണ്ട്. കാരണം മക്കൾ കാണുമെന്ന് അറിയാൻ പാടില്ല, പക്ഷെ അതിനെപ്പറ്റി പറയപ്പെടില്ല. പക്ഷെ എനിക്ക് ആ ജനറൽ ബോഡി മീറ്റിംഗ് കാണാണ്ട് ആസ്വദിക്കാറുണ്ട്. അല്ല, നെഗറ്റീവ്സ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോ അതില് അമ്മ എന്ന് പറയുന്ന ജനറൽ ബോഡിയില് അംഗത്വമുള്ള ഒരു വ്യക്തി. അപ്പൊ അതില് ഇപ്പൊ സരയു ഉണ്ട്, അനന്യ ഉണ്ട്, എനിക്കറിയാം. എനിക്കെന്ന് പറഞ്ഞാൽ പേഴ്സണലി അറിയില്ലെങ്കിലും സരയൂർ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, സെൽഫി എടുത്തിട്ടുണ്ട്. പക്ഷെ സരയൊന്നും വർത്താൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ ഹൻസിബ ചേച്ചി പണ്ട് വിശ്വാസം എന്നെല്ലാം പറഞ്ഞ സിനിമ സെറ്റിൽ ഞാൻ ഷെയ്ഖിനോട് സംസാരിച്ചിട്ടുള്ളതാണ്. കുറിച്ച് ലൊക്കേഷൻ ദൃശ്യത്തിൽ അഭിനയങ്ങളൊന്നും ഓക്കെ ശരി നല്ലായിരുന്നു അങ്ങനെ രീതി പറഞ്ഞതാ. അപ്പൊ ഹൻസിബയെ പോലത്തെ വ്യക്തി അങ്ങനത്തെ ഒരു പോയിന്റ് പറയണമെങ്കിൽ അപ്പൊ അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല കേട്ടോ. ഇപ്പൊ മീഡിയക്കാർ ചോദിച്ചല്ലോ അലൻ ജോസ് പെരേരയ്ക്ക് സന്തോഷ് വർക്കിക്ക് സിനിമയില് ഇങ്ങനെ കൊണ്ടുവന്ന എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോ അത് വേണ്ട അതൊന്നും താല്പര്യം അങ്ങനെ പറഞ്ഞു പോകാവുന്ന കാര്യമുള്ളൂ. പക്ഷേ ഒരു ലേഡി എന്നും നിലയിലും നടി എന്ന നിലയിലും ഒരു അമ്മയിലെ അംഗം എന്ന നിലയിലും വേണമെങ്കിൽ അത് ഒരു നെഗറ്റീവ്നെസ് വരാം. വേണമെങ്കിൽ ഇപ്പൊ ലാലേട്ടൻ വരെ വേണമെങ്കിൽ ചോദിക്കാം, അതെനിക്കറിയില്ല. പക്ഷെ അത്രയും പറയാൻ ഞാൻ വന്നോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുകയാണ്, കാരണം ലാലേട്ടന് വരെ പേഴ്സണലി ജനറൽ ബോഡി മീറ്റിംഗിലും ഇടവേള ബാബു ചേട്ടനാണെങ്കിലും ഹൻസിബ ആണെങ്കിലും സരയു ആണെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് അവരുടെ ജനറൽ മീറ്റിംഗ് മെമ്പേഴ്സ്. അപ്പോ അതിൽ നിന്നും രണ്ട് സിനിമ ആർട്ടിസ്റ്റുകളാണ് ടിനി ടോം സാറും ഹൻസിബ മാഡവും. അപ്പൊ രണ്ടുപേരും ആ പോയിന്റ് പറഞ്ഞത് പലർക്കും വേദനയായിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ പറഞ്ഞത്, നാണമില്ലേ എന്നൊക്കെ ചോദിച്ചത്. ഞാനും ചോദിച്ചോട്ടെ, ഈ സരയു എന്ന് പറഞ്ഞ വ്യക്തിക്കും അനന്യക്കും പോസിറ്റീവും നെഗറ്റീവും പറയുന്നില്ലല്ലോ എന്നെ പറ്റി.
പറയാത്തൊരു വിഷമില്ല, പറഞ്ഞാല് എനിക്ക് ഗുണവും ഉണ്ടാവില്ല. ഇപ്പൊ ഈ പറഞ്ഞ ടോക്കും വലിയ ഗുണവുമില്ല. പക്ഷെ എന്നാലും പറഞ്ഞല്ലോ. ഇപ്പൊ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ അറിയാണ്ട് അങ്ങനത്തെ ഒരു വാക്ക് പറയാൻ പറ്റില്ല. ലാലേട്ടനും കാണുമല്ലോ. അൻസിബ ചേച്ചിയുടെ ബൈറ്റിൽ ലാലേട്ടൻ കാണാണ്ടിരിക്കില്ല. കാരണം ജനറൽ ബോഡി മീറ്റിംഗ് ലാലേട്ടന് ദൃശ്യം എന്ന സിനിമയിൽ ലാലേട്ടന് മലയാളം അഭിനയിച്ച വ്യക്തിയാണ് അൻസിബ. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിയിൽ നിന്ന് അങ്ങനത്തെ ഒരു പോയിന്റ് കേൾക്കുമ്പോ നമുക്കൊരു എന്താ പറയാ, ഒരു ബെസ്റ്റ് ആക്ടർ പുരസ്കാരം കിട്ടിയ ഒരു ഫീലാണ്. കാരണം അഭിനയിച്ചുകൊണ്ട് എന്താ തെറ്റ്, അവർക്ക് റീച്ച് അല്ല കൊണ്ട് അവരെ അഭിനയിപ്പിക്കുന്നു എന്നാണ് അവര് പറഞ്ഞത്. എന്നും പറഞ്ഞ് ചലവറ സിനിമയും കിട്ടുന്നില്ല, അത് വിഷമവുമില്ല. ഇപ്പൊ ഈ ചേട്ടൻ തന്നെ ചോദിച്ചു അമ്മയില് എന്താണ് മെമ്പർഷിപ്പ് കിട്ടാത്ത, അമ്മയെന്ന് പറഞ്ഞ അസോസിയേറ്റ് മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും സിനിമയിൽ അഭിനയിക്കണം. ഒരു സിനിമയിൽ അരമണിക്കൂറെങ്കിലും ലെങ്ത് അഭിനയിക്കണം, ക്യാരക്ടർ റോൾ ചെയ്യണം. അങ്ങനെ 4-5 സിനിമയിൽ വർക്ക് ചെയ്താൽ മാത്രമേ അമ്മയിലാണെങ്കിലും മെമ്പർഷിപ്പ്. ഇപ്പൊ ചിലപ്പോൾ ആത്മീയ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം മീനു സ്വിച്ചിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്തേക്കും. അപ്പൊ അത് സീരിയലിൽ 1-2 സീരിയൽ വിളിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആത്മയിൽ കിട്ടാം. അമ്മയിൽ എനിക്ക് തോന്നുന്നില്ല, കാരണം അത്രയും പടങ്ങൾ വരുന്നില്ല. കാരണം ചെറിയ ചെറിയ ഡയലോഗ്സ് റോളാണ്. കാരണം 22 സെക്കൻഡ് 18 സെക്കൻഡ് 1 മിനിറ്റ് അങ്ങനത്തെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് തന്നെ പറയാം ഇപ്പൊ ചെയ്തു പോയ പല സിനിമകളും. ഓക്കെ, അലിന്റെ അഭിപ്രായത്തിൽ ഇപ്പം ഓഗസ്റ്റ് 15-ന് അമ്മയുടെ മീറ്റിംഗ് നടക്കാൻ പോവാണ്. ആരാവാനാണ് സാധ്യത? ജനറൽ സെക്രട്ടറി ആരാവുന്നതാണ് അലിന്റെ ഒരു തോന്നൽ? പേഴ്സണലി പ്രേക്ഷകരുടെ അഭിപ്രായം രാജുവേട്ടനോ ചാക്കോച്ചനോ ആവുമെന്നൊക്കെയാണ്. ഓക്കെ, അവർ ഏറ്റെടുക്കാൻ തയ്യാറാവുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അല്ലേ? കാരണം ഒരു ഹോട്ട് സീറ്റ് ആണല്ലോ അത്. എപ്പോഴും വിവാദങ്ങളിൽ പെട്ടുപോകുന്ന, ഒരുപാട് ഉത്തരങ്ങൾ പറയേണ്ടി വരുന്നതായിട്ടുള്ള വിവാദങ്ങളെല്ലാം, എന്ത് വിവാദം ഉണ്ടെങ്കിലും ജനറൽ സെക്രട്ടറി ആണല്ലോ പറയേണ്ടി വരുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു വിഷമം എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ രണ്ടുപേരും എന്നോട് പേഴ്സണലി ബിഹേവിയർനെസ് കുഴപ്പമില്ല. കാരണം ലൂസിഫറിന്റെ സെറ്റില് രാജുവേട്ടനാണ് അന്ന് വേറെയല്ല ഞാൻ, എന്നാലും നല്ല രീതിയിലെ പുള്ളി നോക്കി തിരിച്ചു. പിന്നെ ചാക്കോച്ചന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ഒരു ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നു, അവിടെ പോയപ്പോ ക്ഷയിക്കേണ്ടി. ചില ആൾക്കാർ ഞാൻ പറയില്ല, ചില ജോജിനെ പോലത്തെ അടച്ചു നമുക്ക് കൈ വരുന്നില്ല, സെൽഫി വരുന്നില്ല എന്നും പറയുന്നത്. ചിലപ്പോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കാം പേഴ്സണലി. കാരണം അദ്ദേഹത്തിന്റെ ഒരു സിനിമ കണ്ടുള്ള ആരാധനയല്ല പേഴ്സണലി എനിക്ക്. സിനിമ എന്ന് പറഞ്ഞാൽ രാജാതിരാജ എന്ന സിനിമയിൽ സൗമ്യ അയ്യപ്പന്റെ ക്യാരക്ടർ കുഴപ്പമില്ല. പിന്നെ ഇന്റർവ്യൂ കണ്ടപ്പോ എനിക്ക് കരച്ചു വന്നു, ഈ ജൂലിയാഴ്ചയുടെ വന്നു കഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോ അത് എനിക്ക് പേഴ്സണലി ഒരു ആരാധനയായിട്ട് മാറി. പിന്നെ പുള്ളി ആ ഒരു വൈബ് അല്ലാന്ന് പിന്നെ മനസ്സിലായത്. സ്ക്രീനിൽ കാണുന്ന ജോജു അല്ല, സ്ക്രീനിൽ കാണുമ്പോഴും ഒരു പൗരുഷം ഉണ്ടല്ലോ. ഇപ്പൊ രാജരാജനാണെങ്കിലും ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടർ ആണല്ലോ. അപ്പൊ അതേപോലെ തന്നെയാണ് നേരിട്ടും. ഇപ്പൊ കസിൻസ് കണ്ടപ്പോ ഞാൻ ഓർത്ത് കൂളാന്ന് ഓർത്ത്. കസിൻസ് ഭയങ്കര കോമഡിയാ, ഭയങ്കര തീറ്റക്കാരനായിട്ടുള്ള അഭിനയം. അപ്പൊ ഈ ആക്ടേഴ്സിന്റെ എന്താ പറയാ, സിനിമ കണ്ടിട്ട് ഒരിക്കലും ആരാധിക്കരുത് എന്ന് പറഞ്ഞാൽ അവരടുത്തേക്ക് ചെല്ലരുത്. ചില ആൾക്കാർ നെറ്റ് ഒടിപ്പിക്കും. ഇപ്പൊ ആറട്ടെണ്ണം പലരെ പറ്റിയും കുറ്റം പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ കുറ്റമായിട്ടുള്ള പറഞ്ഞ പുള്ളി സെൽഫി തരാത്തോണ്ട് നമുക്കൊരു വിഷമം ഉണ്ടായി, അല്ലാണ്ട് നമുക്കതിനെ ജാടയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓരോരുത്തരും നേച്ചറാണ്, നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ആറാട്ടണ്ണനെ നമ്മൾ പല പ്രാവശ്യം ഇതാക്കി. ആറാട്ടണ്ണനുമായിട്ടുള്ള താങ്കളുടെ ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം ഡീപ്പാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഇപ്പൊ പലരെയും ഇവര് രണ്ടുപേരും പലപ്പോഴും കാണാറുണ്ട്. ഇവരോടൊപ്പം വിഷ്ണു കൊച്ചിക്കാരനെ കാണാറുണ്ട്. സ്ഥിര സാന്നിധ്യമാണ്. അപ്പോൾ ഇവരെ പറ്റിയിട്ട് ചോദിക്കുമ്പോൾ ആറാട്ടണ്ണനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം ഉണ്ട്, ഡെയിലി കാണാറുണ്ടോ, എത്രത്തോളം ഡീപ്പാണ് നിങ്ങളുള്ള ഇത്? അതിനും വേറെ കാര്യം കൂടി പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പുള്ളിക്കയുടെ പേര് ഞാൻ പറഞ്ഞില്ല, ഒരു നടന്റെ വാട്സാപ്പില് വേറൊരു നടൻ ശബരീഷ് വർമ്മ മെസ്സേജ് അയച്ചു. അപ്പൊ അത് പെട്ടെന്ന് എനിക്ക് വീഡിയോ കോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല നമുക്ക്. എന്നാ എന്റെ ഫോൺ 2 ദിവസമായിട്ട് കംപ്ലൈന്റ് ആയി. അപ്പൊ ഞാൻ ടാബിലാണ് ഞാൻ യൂസ് ചെയ്യണം, ടാബിൽ വീഡിയോ കോൾ കിട്ടൂല. അപ്പൊ പെട്ടെന്ന് പുള്ളിക്ക് ദേഷ്യം, എന്താ എനിക്ക് ജാടയാണ് ഫോൺ എടുക്കൂലേ എനിക്ക് പറഞ്ഞിട്ട് വർത്താനം, ഭയങ്കരമായിട്ട് വിഷമം വന്നു. ശബരീഷ് ഭയങ്കര ഫ്രണ്ട്ലി ആണെന്നുള്ളതാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഫ്രണ്ട്ലി ആവശ്യപ്പെട്ട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. വോയിസ് മെസ്സേജ് ആണ് വേറൊരു നടന്റെ. അതെനിക്ക് ഭയങ്കരമായിട്ട് പുള്ളി എന്തോ പറഞ്ഞു, അത് ഞാൻ പറയുന്നില്ല. പക്ഷെ ജാടയാണ്, നീ എന്താ ഫോൺ എടുക്കാത്തത്, അത്രക്ക് വലിയ ആളായി പോയാ ചോദിച്ചു. അങ്ങനെ പുള്ളി ഫസ്റ്റ് ഞാൻ വൈറലാകും മുന്നേ തന്നെ ഒരു വീഡിയോ പുള്ളിനെ കാണിച്ചിട്ടാണ് ഞാൻ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തത് ഫസ്റ്റ്. ഇവളാണ് നമ്മുടെ മറിയാമ്മ, ഇവളാണ് നമ്മുടെ മറിയാമ്മ, യോയോ മറിയാമ്മ, ഒരു പാട്ട് ഞാൻ പുള്ളിയെ കാണിച്ചിരുന്നു. ലൈല ഓമൈര ലൈല എന്ന ലൊക്കേഷനിൽ. പുള്ളി അത് ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ പുള്ളി എന്തോ മഹോത്സവം എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് പുള്ളി
എന്നെ വിളിച്ചതെന്ന് തോന്നുന്നു. അത് ശരി. കാരണം എനിക്കിപ്പോ നടന്മാരെ ഒരു ബഹുമാനം ഉണ്ട് എന്നും പറഞ്ഞ് നമുക്കിപ്പോ നമ്മുടെ ഫോൺ കംപ്ലൈന്റ് ആണെങ്കിൽ ആൾക്കാർ മനസ്സിലാവണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞു മനസ്സിലായി ഫോൺ കംപ്ലൈന്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങള് ആ ടാബില് വീഡിയോ കോളിന്റെ ഓപ്ഷൻ ഉണ്ടെങ്കിലും നമുക്ക് തിരിച്ച് റിപ്ലൈ പറയാൻ പറ്റില്ല. ഓ ശരി. പിന്നെ നമുക്ക് ആ സമയത്ത് എടുക്കാനും പറ്റില്ല. അതാ പ്രശ്നം. പിന്നെ നമ്മുടെ ആറാട്ടണ്ണനെ പറ്റിയിട്ട് പറയൂ. എല്ലാവർക്കും അറിയപ്പെടുന്ന പുള്ളി എന്റെ ഒരു ഫ്രണ്ടാണ്. പേഴ്സണലി എല്ലാ ദിവസവും കാണാറില്ല, പക്ഷെ എന്നെ പറ്റി നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. പുള്ളിയെ പറ്റി ഞങ്ങൾ പോസിറ്റീവും നെഗറ്റീവും അങ്ങനെ പറയാറില്ല, താല്പര്യമില്ല. ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട്, അത്രേ ഉള്ളൂ. ഇല്ലാണ്ട് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും, പലതും ഇങ്ങനെ വിളിച്ചു പറയുന്നത് ശരിയല്ല. പുള്ളി പലപ്പോഴും പല അലിഗേഷൻസും പറഞ്ഞിട്ടുണ്ടല്ലേ, ഞാൻ കണ്ടിട്ടുണ്ട്, വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. മറ്റേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പറഞ്ഞാല് അതൊക്കെ പറഞ്ഞിട്ട് ഒരു പോലെ പറഞ്ഞിട്ട് പറയാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടിനെ പറ്റി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പം അടുത്ത് ഉണ്ടായ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ അലിൻ ജോസ് പെരേരയെ മെയിനായിട്ട് ആദ്യം ഒന്ന് ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ഗസ്റ്റ് ഹോട്ട് സീറ്റിൽ കൊണ്ടുവരാനുള്ള ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടായില്ല കുറച്ച് ദിവസം മുമ്പ്. അദ്ദേഹത്തെ ഒരാൾ ആറട്ടണ്ണൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റുമായിട്ട് പോയ അലിൻ ജോസ് പെരേരയെ മർദ്ദിച്ചു എന്നുള്ളതാണ് അന്ന് വന്ന ഒരു ഇഷ്യൂ. അപ്പോൾ അദ്ദേഹം അടി കിട്ടി ഓടിപ്പോകുന്നു എന്ന രീതിയിലുള്ള പല വീഡിയോകളും വന്നിരുന്നു. അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് വീഡിയോ കണ്ടു. അതുകൂടാതെ തന്നെ രേണുസുധിയായിട്ടൊരു മീറ്റിംഗ് ഒരു ഫിലിം പൂജ ലൊക്കേഷൻ വെച്ച് കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരാളെയും മാൻ ഹാൻഡിൽ ചെയ്യാൻ പാടില്ല, അതായത് സ്പർശിച്ച് അടിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തോ, പക്ഷെ ഒരിക്കലും കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് പോകരുതെന്നാണ് പറഞ്ഞത്. അതായത് ഒരാളുടെ സ്വാതന്ത്ര്യം അവരുടെ മൂക്കിന് തുമ്പത്ത് അവസാനിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. കാരണം നമുക്കൊരാളുടെ ടച്ച് ചെയ്യാനുള്ള പ്രൈവസി ഇതുവരെ ഉള്ളൂ, ഇതിനപ്പുറത്ത് നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതേപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് ഇദ്ദേഹത്തിന് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മിക്കവാറും ആൾക്കാർ വിഷമിച്ചു. പക്ഷെ കുറേ പോയി അത് ട്രോളി കൊണ്ടാടി ഒരുപാടായി അതിൽ നെഗറ്റീവിലൂടെ അലിൻ ജോസ് കൂടുതൽ പ്രശസ്തിയിലേക്ക് വരിക ചെയ്തിരിക്കുന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും പറയാമോ? അത് വെച്ച് ബർത്ത്ഡേ ഫംഗ്ഷൻ പറഞ്ഞല്ലോ, സന്തോഷങ്ങളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അന്നേ സമയം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചു. അപ്പൊ പിന്നെ ഒഴിവാക്കിലൊക്കെ ബർത്ത്ഡേ ഫംഗ്ഷൻ പോയത്, ഫണ്ടും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവായിരുന്നു. പിന്നെ അടമടച്ചിട്ടൊക്കെ പോയിരുന്നു. അപ്പൊ പെട്ടെന്ന് ചെന്നപ്പോ പുള്ളി കേക്ക് കട്ട് കഴിഞ്ഞപ്പോ മീഡിയക്കാർ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ചോദ്യങ്ങൾ ആൾക്കാരായിരുന്നു. പിന്നെ നമ്മള് ആ ഉച്ച സമയത്ത് എന്റെ മൈൻഡ് പോകും. മൈൻഡ് പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വായിത്തോന്നു പറയും. വായിത്തോന്നെന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ നിനക്ക് കറുത്തവണങ്ങളോട് അഭിനയിക്കാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കണം ക്വസ്റ്റ്യൻ്റെ. പണ്ട് നിർത്തിയതാ ഞാൻ സ്റ്റോപ്പ്. അപ്പൊ വാക്കുകളൊക്കെ തെറ്റിപ്പോയതാന്ന് പറഞ്ഞ് ഇതാക്കിയതാ. പിന്നെ ആ ചോദ്യം റിപ്പീറ്റ് ആയിട്ട് വരേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ വർക്കുകളിലേക്ക് വരുന്നത് അത്യാവശ്യം എന്റെയൊക്കെ നിറമാണ്. ഫുൾ ചേട്ടനെ പോലെ വലിയ എളുപ്പമുള്ള ആൾക്കാരൊന്നും അല്ല. അല്ല ഏകദേശം ഞാൻ പറഞ്ഞതാ. ഒരു പ്രാവശ്യമായിട്ട് ഒരു അത്യാവശ്യം ലുക്കുള്ള ഒരു കുട്ടി വന്നു. പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ 200 ആൾക്കാരാ. വലിയ ബ്ലാക്ക് ബ്യൂട്ടി അല്ല, പക്ഷെ ബ്ലാക്ക് ബ്യൂട്ടി അല്ലാത്ത ആൾക്കാർ, കറുത്തെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ബ്ലാക്ക് ബ്യൂട്ടിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ താല്പര്യമില്ല. ഞാൻ ചോദിക്കാറുണ്ട് എന്ന് പറയാൻ പറഞ്ഞ ഇൻസ്റ്റയിലൊക്കെ ചോദിക്കാറുണ്ട്, ആരും വരുന്നില്ല. അപ്പൊ അഭിനയിക്കാൻ പാഷനുള്ള ആൾക്കാർ കുറച്ചുകൂടിയൊക്കെ കളറുള്ള ആൾക്കാരായിരിക്കാം എന്റെ കൂടെ. പേഴ്സണലി എന്റെ ഫ്രണ്ട്സിനോടൊക്കെ അഭിനയിക്കുമ്പോൾ ആൾക്കാരൊക്കെ അത്യാവശ്യം എല്ലാ നിറത്തിലുള്ള ആൾക്കാരും അഭിനയിക്കുന്നുണ്ട്. പക്ഷെ നമ്മളോട് അഭിനയിക്കുമ്പോ അത്യാവശ്യം ഇത് ഉള്ള ആൾക്കാർ. അപ്പൊ അതിനെ പറ്റിയുള്ളൊരു പറഞ്ഞപ്പോ പുള്ളിക്ക് ഇതായി. പിന്നെ പുള്ളിക്ക് പെട്ടെന്ന് കൈ ഇങ്ങനെ വെച്ചു, അത്ര ഉള്ളൂ. വലിയൊരു അടിയൊന്നും കൊണ്ടില്ല. വെറുതെ ഇങ്ങനെ വെച്ചപ്പോ പിടിച്ചു മാറ്റിയില്ല അപ്പൊ തന്നെ. കാരണം അത് മീഡിയയുടെ ഒരു വക്രബുദ്ധി എന്ന് തന്നെ പറയാം, മീഡിയയുടെ. കാരണം മീഡിയ ട്രിക്ക് ഉണ്ടല്ലോ, ചെറിയത് വന്നു കൊണ്ടില്ലല്ലോ, ഇങ്ങനെ വെച്ചാൽ കൊള്ളൂലല്ലോ, മുറുകി പിടിച്ചാലും പേരെടുക്കൂലല്ലോ ഷൂട്ടിംഗ് ലൊക്കേഷനിലും. അപ്പൊ മറ്റേ ഇന്ന് സരോജ് കുമാർ എന്ന സിനിമയിലും മറ്റേ വിനീത് ശ്രീനിവാസൻ തന്നെയല്ലേ. അപ്പൊ ആ രീതിയിൽ കാണിക്കണം മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ചെകുത്താൻ എന്ന് പറയുന്ന സുഹൃത്ത് കയറി വരുന്നുണ്ട് അല്ലേ? ചെകുത്താൻ എന്ന് പറയുന്ന അദ്ദേഹം കയറി വരുന്നുണ്ടല്ലോ ആ സമയത്ത്. താങ്കൾ ഇറങ്ങി പോകുന്ന സമയത്താണ്
പുള്ളി കയറി വരുന്നല്ലേ? ചെകുത്താൻ അതൊക്കെ അവിടെ താമസിക്കുന്നു തോന്നുന്നു. പുള്ളിക്കാരന്റെ വീട്ടിലെ ചെകുത്താനൊക്കെ സ്റ്റേ ചെയ്യുന്നു കുറച്ച് സമയത്തൊക്കെ. അവര് പാർട്ടിയായിട്ട് വന്നപ്പോഴേ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി വന്നതാണ്. ചെകുത്താൻ വേറെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന. പക്ഷെ പുള്ളി വന്നിട്ട് പെട്ടെന്ന് പോയി. പുള്ളി ഇടപെട്ടൊന്നുമില്ല. എന്നാലത് സോൾവ് ആയി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മള് ഫ്രണ്ട്ലി ആയിട്ട് വർത്താനം പറഞ്ഞത് കോംപ്രമൈസിൽ നിൽക്കുന്നത്. കാരണം പുള്ളിക്കും ഇന്റർവ്യൂ കൊടുക്കുന്നില്ല, അതിനെപ്പറ്റി നമ്മളും ഇന്റർവ്യൂ കൊടുക്കും. പിന്നെ ചോദിച്ചുകൊണ്ട് നമ്മള് അതിൽ പറഞ്ഞെന്നുള്ളൂ ഇതില്. കാരണം ചില വാക്കുകൾ പറയുമ്പോൾ ചില ആൾക്കാർക്ക് വന്നൊരു ഫ്രണ്ട്സുകൾ തമ്മിലുള്ള ഒരു ചെറിയൊരു പ്രശ്നം ഇത്രേ ഉള്ളൂ. അതിൽ പുള്ളി പറഞ്ഞ വാക്കുകൾ കുറച്ചുകൂടി ഇതായി പോയി. അത് പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഇതാന്ന് പുള്ളി പറഞ്ഞു. പെട്ടെന്ന് ദേഷ്യം കൊണ്ട് അങ്ങനെ ഇതായതാണെന്ന് പറഞ്ഞു. ഇനി മറ്റേ പുതിയ ഷോർട്ട് ഫിലിം റിലീസ് ആയിട്ടുണ്ടല്ലോ. ഷോർട്ട് ഫിലിം അല്ല, ഫുൾ മൂവിയാ. ഫുൾ മൂവി ഷോർട്ട് ഫിലിം എന്നാണ് പറയുന്നത്. ഷോർട്ട് ഫിലിം മോഡലാണ്. കണ്ടവരെല്ലാവരും ഷോർട്ട് ഫിലിം എന്നാ പറയണം. പക്ഷെ കാരണം 2 മണിക്കൂർ ലെങ്ത് ഉള്ളതിന് എങ്ങനെയാ ഷോർട്ട് ഫിലിം പറയാൻ പറ്റില്ല. പക്ഷെ ആ ഒരു ക്യാമറ ഷോർട്ട് ഫിലിമിനെ പോലെയാണ് ശരിക്കും ആംഗിൾ വെച്ചിരിക്കുന്നത്. കാരണം അതിൽ വൈറ്റ് ഷോട്ടുകൾ ഇല്ല. അതുകൊണ്ടായിരിക്കാം ഷോർട്ട് ഫിലിം മെറ്റീരിയൽ എന്ന് അവർ പറഞ്ഞത്. പക്ഷെ അത് ന്യൂസ് വന്നിട്ടാണ് കണ്ടിരുന്നു. ഞാൻ അതിന്റെ ചില അതിൽ കണ്ടിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിൽ അത് വാർത്ത വന്നിരുന്നു. കാരണം രേണു സുധിയുടെ 1 മണിക്കൂർ 56 മിനിറ്റിന്റെ സിനിമ ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയത് ട്രോളന്മാര് ഷോർട്ട് ഫിലിം ആക്കിയിട്ടുള്ളത്. അതാണ് മര്യാദയില്ലായ്മ. കാരണം ഒരു വർക്കിനെ എങ്ങനെ തരം താത്താന്ന രീതിയിലാണ് അവർ പറയുന്നത്. പക്ഷെ അതിൽ കുറെ ന്യൂ കമേഴ്സിന്റെ ഭാഗത്തുള്ള പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ലഹരിക്ക് അടിമയായിട്ടുള്ള അവിടെയൊക്കെ ഒരു രീതികൾ സ്വഭാവങ്ങൾ. അതാണ് ആ ഷോർട്ട് ഫിലിമിന്റെ കഥ, സിനിമയുടെ കഥ. അപ്പൊ അതില് ഒരു ചെറിയൊരു സംഭവം എന്റെ പേര് തന്നെ അതിനകത്ത് യൂസ് ചെയ്തു. കാരണം അത് മെറ്റീരിയലൈസ് ചെയ്യാൻ വേണ്ടി അലിൻ ജോസ് പെരേര തന്നെ പറയുന്നത്. പക്ഷെ എന്നിട്ട് പെട്ടെന്ന് ആ ഒരു പ്രേമിക്കാൻ നടക്കുന്ന പെണ്ണ് പെട്ടെന്ന് പ്രേമിക്കാൻ നിന്ന് വരുന്നില്ല. അവര് അടിക്കുന്നു. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഇതിനകത്ത് വന്നു. അതിലടി ഒറിജിനൽ കിട്ടി അടിച്ചായിരുന്നു. അവർക്ക് പേഴ്സണലി ഒരു ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നു. സന്ദർഭം കിട്ടിയപ്പോ ഉപയോഗിച്ചു, നല്ല അടി അടിച്ചു എന്നുള്ളതാണ് പറയുന്നത്. വേദനിച്ചു. പിന്നെ നമ്മള് സ്ത്രീകളെ അങ്ങനെ തിരിച്ചടിച്ച് ശീലം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ലാലേട്ടന്റെ പല സിനിമയിലെ സംഭവങ്ങളൊക്കെ ആലോചിച്ച് ചിലപ്പോ അടി കുത്തിച്ചു കൊടുക്കാന്നുള്ള ഇതുണ്ട്. പിന്നെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അവള് എനിക്ക് പണി വെക്കുമെന്ന് അറിയില്ലല്ലോ. വെറുതെ എന്തിനാണ് നമുക്ക് ദീർഘമാവത്ത് നമ്മളത് വിട്ടുകളഞ്ഞു. പിന്നെ അതില് അഭിനയിച്ചപ്പോഴും മറ്റേ പേഴ്സണലി എനിക്ക് പേടിച്ച് പഠിച്ച് അഭിനയിച്ചത്. കാരണം അവൾക്ക് എന്നോട് മുഖത്തേക്ക് നോക്കി അഭിനയിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ചില ലേഡീസ് നമ്മളെ കാണുമ്പോൾ ഒരു റെസ്പെക്ട് ഇല്ല. ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. രേണു ചേച്ചി ഇവിടെ അഭിനയിച്ചപ്പോ കൂവായിരുന്നു. നമുക്ക് ഒരു ഇതില്ല, ഒരു പേടിച്ച് അഭിനയിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവളോടൊക്കെ അഭിനയിക്കുമ്പോ പേടിച്ച് അഭിനയിക്കണം. ആ ഒരു മെലിഞ്ഞിട്ടുള്ള കുട്ടി. പക്ഷെ അത് എങ്ങനെയെങ്കിലൊക്കെ എടുത്ത് തീർത്തു. കാരണം ഒരുപാട് ചില ആൾക്കാർ കമന്റ്സിൽ പറഞ്ഞ് ബോറായി പോയി, അവരെ മുഖത്തെ എക്സ്പ്രഷൻ വന്നില്ല. എക്സ്പ്രഷൻ വരാത്ത ചിലപ്പോ ആ പെൺകുട്ടിയുടെ ആ ഒരു പേടിപ്പിക്കൽ കാരണമായിരിക്കാം. കാരണം അവള് മുഖത്തേക്ക് നോക്കുന്നില്ല, കണ്ണി നോക്കിയാണ് അഭിനയിക്കുന്നുണ്ട്. മനസ്സിലായി? അപ്പൊ കണ്ണി നോക്കാണ്ട് മുഖത്തിട്ട് നോക്കാണ്ട് താഴെ നമുക്ക് അഭിനയിച്ചിട്ടുള്ള കാര്യമുണ്ട്. കാരണം ഇങ്ങനത്തെ ഉള്ള ഷാഹിദ് പുത്തൻതാരോട് എനിക്ക് പറയാനുള്ളത്. കാരണം ഇനിയുള്ള വർക്കുകളിലെങ്കിലും ഇപ്പൊ AJP അലിൻ ജോസ് പെരേരയുടെ കൂടെ അഭിനയിക്കണം എന്ന് നിർബന്ധമുള്ള ആരോഗ്യം കൊണ്ടുവരിക. അല്ലാണ്ട് വെറുതെ ഒരു വർക്കില് വന്ന് പോവുക എന്ന രീതിയിൽ വന്നിട്ട് കാര്യമില്ല. കാരണം ഒരു വർക്കിനെ കുറ്റം പറയുന്നല്ല, പേഴ്സണലി ആ വർക്കില് ആ ഒരു നടിക്കൊപ്പമുള്ള ഒരു പെർഫോമിങ് എനിക്ക് വലിയ കംഫർട്ടബിൾ ആയിരുന്നില്ല. കാരണം സോഷ്യൽ മീഡിയയുടെ ഫെയിം വെച്ച് അയ്യോ എനിക്ക് പറ്റില്ല, അത്ര നിക്കണ്ട. കാരണം ഒരു ഫ്രെയിം നിൽക്കുമ്പോ നമ്മള് ക്ലോസ് ഷോട്ടില് അടുത്തടുത്ത് നിൽക്കണം. കാരണം നമ്മൾ ഇത്രയും ഗ്യാപ്പില് ഒരു കാമുകി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രക്ക് അവള് ഒരു പേര് ഞാൻ പറയുന്നത് എനിക്ക് ഓർമ്മ കൂടിയില്ല, എന്താ പറയാ ഡിസ്റ്റർബൻസ് വന്നിരുന്നു ആ സമയത്ത്. പിന്നെ നമുക്ക് ഒരു വർക്ക് ചെയ്തു പോകാന്നല്ലേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് കേറിയിട്ട് ഇപ്പൊ ആദ്യമേ തന്നെ ഇങ്ങനെ നിൽക്കുന്നു ഡയറക്ടറെ കൊണ്ട് പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. രേണു ചേച്ചി നല്ല രീതിയിൽ ഒരു ചവിട്ട് വന്നത് കറക്റ്റായിട്ട് അടുത്തുന്നുണ്ട് ചവിട്ട് ചെയ്തു. വലിയ രീതി കൊണ്ടില്ല, ചവിട്ട് വന്നിരുന്നു. അതൊരു കഥയില് പെൺകുട്ടിയുടെ വീഡിയോസ് ഒക്കെ എടുത്ത രീതിയിലൊക്കെ ഒരു സംഭവമായിരുന്നു. കാണിക്കുന്നില്ല. അപ്പൊ അലിൻ വേര് എന്നുള്ള സിനിമയിൽ ഇപ്പൊ എങ്ങനെ എത്രത്തോളം വ്യൂസ് ആയിട്ടുണ്ട്? നമ്മുടെ ഇപ്പൊ ഓൾമോസ്റ്റ് 3 lakhs വ്യൂസ് ആയിട്ടുണ്ട്.
1 വീക്ക് ആയിട്ടേ ഉള്ളതുകൊണ്ട് 3 lakhs. പക്ഷെ ആൾക്കാർക്ക് പല പോസിറ്റീവ് റെസ്പോൺസ് ആണ് പലരും പറഞ്ഞത്. എനിക്ക് പേഴ്സണലി വർക്ക് ആവറേജ് അനുഭവമാണ്. കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആ ഒരു ലേഡി, ലവറായിട്ട് അഭിനയിച്ച ലേഡി, ആ ഒരു അഭിനയിച്ചപ്പോ പോലും മുഖത്ത് നോക്കുന്നില്ല, എക്സ്പ്രഷൻ വരുന്നില്ല, മനസ്സിലായ ആ ഒരു രീതി വന്നപ്പോ ഒരുമിച്ച് നിൽക്കുന്നില്ല, പിന്നെ കുറച്ച് ബാക്കിൽ നിൽക്കുന്നു. ആ ഒരു വർക്കില് ഭാഷ തോന്നണം. കാരണം ഒരിത് മനസ്സിലായത് അത് നമ്മള് ലഹരിക്കെതിരായിട്ടുള്ള ഒരു മെസ്സേജ് ഉള്ള സിനിമയായിട്ട് ലഹരിക്കെതിരെ മെസ്സേജാണ്. അപ്പോ ഞാൻ പേഴ്സണലായിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ പേഴ്സണലായി ചോദിക്കുക, നമ്മുടെ അലിൻ ജോസ് എന്തെങ്കിലും സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, അങ്ങനെ എന്തെങ്കിലും ശീലങ്ങളുണ്ടോ? ഇതുണ്ടോ? എങ്ങനെയാണ് പറയുക? പെപ്സി, കൊക്കക്കോള അതിലെന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുമായിരിക്കും ഈ കൂൾ ഡ്രിങ്ക്സ്. അല്ലാണ്ട് മദ്യപാനം അല്ലെങ്കിൽ കള്ളുകൂടി അല്ലെങ്കിൽ അങ്ങനത്തെ വൺസ് ഇൻ എ വൈൽ ഇല്ല മദ്യപാനമൊന്നുമില്ല. മദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പന്. അപ്പം കുടിക്കുക, മദ്യപിക്കുക. സ്മോക്കിംഗ് ഒന്നുമില്ല. സ്മോക്കിംഗ് റീലിന് വേണ്ടിയാ നമ്മളത്, സൂര്യ വിജയ ആ ഒരു മാസ് കാണിക്കാൻ വേണ്ടി തരവുള്ളന്നൊക്കെ. അപ്പൊ ഒരു മെസ്സേജ് പറഞ്ഞോളൂ, യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്, ലഹരി നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ലഹരി എന്ന് പറഞ്ഞ സംഭവം ഇപ്പോ സിഗരറ്റ് വലിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പം വരുന്നില്ല, പലരും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് യൂസ് ചെയ്യരുതെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അത് നിർത്തണമെന്നാണ് ഞാൻ പറയാൻ പറ്റുള്ളൂ. കാരണം എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആണ്. കാരണം മയക്കുമരുന്നും കഞ്ചാവൊന്നും എല്ലായിടത്തും അവൈലബിൾ അല്ല. പക്ഷെ സിഗരറ്റ്, ബീഡി അതൊക്കെ നിർത്തണം എന്നാണ് ഞാൻ പറയണത്. കാരണം ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതും ഇതാണല്ലോ, മനസ്സിലായി. പുക വലിക്കാൻ പാടില്ലെന്ന് ബോർഡുകളിൽ പുക വലിക്കാറുണ്ട് ആൾക്കാർ, അതൊക്കെ തെറ്റാണ്. പിന്നെ കൊക്കൈൻ, ബ്രൗൺ ഷുഗർ, MDMA അതൊക്കെ രാസപദാർത്ഥങ്ങളാണല്ലോ. അതൊക്കെ കഞ്ചാവൊക്കെ അതൊക്കെ ഉപയോഗിക്കാണ്ടിരിക്കുക. അത് ഡെയിലി അതിന്റെ വാർത്തകൾ വരുന്നുണ്ടല്ലോ. ശരീരത്തിൽ കേടാണ്. ഇപ്പൊ പല ഇൻഡസ്ട്രിയിലും പല നടന്മാരും അത് യൂസ് ചെയ്യുന്നുണ്ട്. അത് തെറ്റാന്ന് പറയുന്നത്. നമ്മുടെ കൂടെ വർക്ക് ചെയ്തില്ലെങ്കിലും റിവ്യൂ പറഞ്ഞ ഒരാളാണ് ഷൈൻ ടോം ചാക്കോ. ഒപ്പം നിന്ന് റിവ്യൂ പറഞ്ഞിട്ട് അബദ്ധത്തെ റിവ്യൂ പറഞ്ഞതാണ് ഒപ്പം. പെട്ടെന്ന് ഒരു ഇതില് വീഡിയോ ഉണ്ടാകുന്ന ADS സിനിമ ട്രോള് കാണിച്ചു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനത്തെ ഷൈൻ ടോം ചാക്കോ ഇനി അത് ഉപയോഗിക്കരുതെന്ന് പറയാൻ പറ്റും. ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കരുത്, അത്ര ഉപയോഗിക്കണം എന്ന് പറഞ്ഞാണല്ലോ വാർത്തയിലൊക്കെ വന്നത്. ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കരുത്, ഉപയോഗിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ അതൊക്കെ മാറട്ടെ. മറ്റേ ശ്രീനാഥ് ബാസി അവരൊക്കെ ഈ പറയുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ടല്ലോ, അതൊക്കെ ഉപയോഗിക്കാണ്ടിരിക്കട്ടെ. വേറെ ആരെ പറ്റിയിട്ടാണ് വാർത്തകൾ വന്നിരുന്നത്? ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ബാസി, പിന്നെ ഇത് നമ്മുടെ ആലപ്പുഴ ജിങ്കാനയുടെ ഡയറക്ടർ എന്തോ. ഓക്കെ, അവരൊക്കെ നമുക്ക് മാറട്ടെ, വിമുക്ത കിട്ടട്ടെ. കാരണം മദ്യ വിമുക്ത കേരളം എന്ന് പറഞ്ഞ പോലെ ഡ്രഗ്സ് വിമുക്ത കേരളം, ഡ്രഗ്സ് വിമുക്ത കേരളം ആകട്ടെ, മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. ഒരുപാട് പടങ്ങൾ വരും. പക്ഷെ അത് പടത്തിൽ ഉപയോഗിക്കുന്നത് ഈ എന്താ പറയാ, ഈ ഗ്ലൂക്കോസ് പൊടിയാണ് മറ്റേ നമ്മള് ഈ എന്താ പറയാ ATM കാർഡിൽ ഇടുന്നത്. പക്ഷെ റിയൽ ആയിട്ട് ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. പുറത്ത് ഇത് കണ്ടിട്ട് ഇതാണെന്ന് അറിഞ്ഞ് ഇത് നല്ലതാണെന്ന് കണ്ട് ഉപയോഗിക്കുന്നത് തെറ്റാണ്. ഒമറിന്റെ പടപ്പടത്തിലും ഇത് കാണിക്കുന്നുണ്ട്. പക്ഷെ നല്ല സമയം ഒരു ദിവസം ഓടിയുള്ളൂ. പക്ഷെ ബാഡ് ബോയ്സിലും ഇത് ചെറുതായിട്ട് കാണിച്ചു പോകുന്നുണ്ട്. പക്ഷെ 3 ആഴ്ച ഓടി, കുഴപ്പമില്ലായിരുന്നു. ഡ്രഗ്സിനെതിരെയുള്ള സിനിമയാണ് ബാഡ് ബോയ്സ്. നല്ല സമയത്തിലും ഉണ്ടായിരുന്നു. പക്ഷെ അത് ആൾക്കാർ ഓടിച്ചില്ല. ഇതില് വലിയ കുഴപ്പമില്ലാതെ ബാഡ് ബോയ്സ് ഓടിയായിരുന്നു. പക്ഷെ അത് ഷീലി അബ്രാമിന്റെ ഒരു പോയിന്റ് എനിക്ക് ഭയങ്കരമായിട്ട് മനോവിഷമം തോന്നി. കാരണം കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കണ്ടായിരിക്കും. കാരണം ഹരീന്ദ്രൻ എവിടെയാ, രവീന്ദ്രൻ എവിടെയാന്ന് പറഞ്ഞ രവീന്ദ്ര നീ എവിടെയാ. അത് അതിന്റെ ആദ്യത്തെ പേര് വേറെന്തോ ആയിരുന്നു, ഇടിയും മിന്നലും ഉണ്ടായിരുന്നു. കാരണം അതിന്റെ പൂജയൊക്കെ ഞാൻ പോയതാ ഞാൻ വിളിച്ചിട്ട്. അപ്പോ അന്ന് ലിസ്റ്റ് സ്റ്റീഫൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു പ്രസ് മീറ്റിന്റെ സമയത്താന്ന് തോന്നുന്നല്ലേ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, എന്റെ വീട് വിൽക്കേണ്ടി വന്നു, ഞാനിപ്പോ വാടക വീട്ടിലാണ്, അയ്യോ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു. കാരണം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരേണ്ട ആവശ്യമില്ലല്ലോ, അവർക്ക് ബിസിനസ്സുകാരാണ്. അപ്പൊ അന്ന് പറഞ്ഞാൽ അത്യാവശ്യം കോടീശ്വരന്മാരെന്ന് തന്നെ പറയാം. അവരെ പോലത്തെ ആൾക്കാർ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിൽ എനിക്ക് വലിയ ഇത് തോന്നുന്നില്ല. കാരണം അവര് ബാഡ് ബോയ്സ് എന്ന പടത്തെ മാത്രം എടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു. ഒമറിന്റെ പേര് വന്ന് ഫോട്ടോ ട്രോള് വന്നു. കാരണം ഇപ്പറഞ്ഞ മച്ചാന്റെ മാലാഹി ആണെങ്കിലും തിയേറ്ററിൽ വലിയൊരു ബിസിനസ് ആയിരുന്നില്ല. OTT ചിലപ്പോ അത് സക്സസ് ആയിരിക്കാം. ബാഡ് ബോയ്സ് OTT 2-3 ചാനൽ എടുത്തിട്ടുണ്ട്. TV സാറ്റലൈറ്റുമാരും ഉണ്ട്. കാരണം റഹ്മാന്, സെന്തില്, ടിനി ടോം അവിടെ സാറ്റലൈറ്റില് അത്യാവശ്യം ഓടുന്നുണ്ട്.
എല്ലാ പടങ്ങളും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ അബാമൂസിന്റെ ഫസ്റ്റ് പടം ഷീ ടാക്സി, കാവ്യ ചേച്ചിയായിരുന്നു ഹീറോയിൻ. അപ്പൊ കാവ്യ ചേച്ചി ഹീറോയിൻ എന്ന് പറഞ്ഞ ടൈറ്റിൽ റോളിലാണ് വന്നത്. ഏതാ? ഷീ ടാക്സി, പെണ്ണ് ഒരു ടാക്സി ഡ്രൈവറായിട്ട്. അതൊരു പുതുമയായിരുന്നു കാവ്യമാധവന്റെ ഒരു കരിയറിൽ, അവസാനത്തെ സിനിമയെന്ന് തോന്നുന്നത്. അപ്പൊ ദിലീപേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അഭിനയിച്ചിട്ടില്ല. നീ വരട്ടെ എന്ന് പറഞ്ഞു. ഇപ്പൊ ബിഗ് ബോസിലൊക്കെ കാവ്യച്ചിയുടെ ഒരു ഇത് കാണിക്കുന്നുണ്ട് പെഡിഷൻ ലിസ്റ്റിലേക്ക്, അറിയില്ല. അപ്പൊ വരട്ടെ ബാധിക്കുന്നു. അപ്പൊ ഷീ ടാക്സി വലിയ ഫ്ലോപ്പാണ് തിയേറ്ററിൽ, എനിക്കറിയില്ല. പക്ഷെ പേഴ്സണലി പറഞ്ഞ ആൾക്കാര്. പക്ഷെ OTT സക്സസ് ആണെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പുതിയ നിയമം ബിസിനസ് ആണെന്ന് തോന്നുന്നു. നമുക്കായതുകൊണ്ട് OTT തിയേറ്ററിൽ വലിയ രീതിയിൽ ഓടിയില്ല. അത് കഴിഞ്ഞിട്ട് ആടുപുലിയാട്ടം സക്സസ് ആയിരുന്നു, 100 ദിവസം ഓടി. പിന്നെ അത് കഴിഞ്ഞ് പട്ടാഭിരാമൻ, മരട്, ഇതൊക്കെ ഫ്ലോപ്പാ തിയേറ്ററിൽ. കാരണം ഇത് എടുത്തു പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആസ്ഥാന ആർട്ടിസ്റ്റ് ആ പടത്തിൽ നമ്മൾ വർക്ക് ചെയ്ത് പോയി. ബാഡ് ബോയ്സിൽ ഫസ്റ്റ് ഡയലോഗ് പറഞ്ഞ പടമാണെന്ന് ഓർക്കണം. അതും സ്വന്തം റിയൽ ലൈഫാണ് നമ്മൾ അതിൽ പെർഫോം ചെയ്തത്. കാരണം ഞാൻ തിയേറ്ററിന് മുന്നിൽ ഒരിക്കലും ഒരു ചെമ്പ് പാത്രത്തിന്റെ പുറത്തും കയറിയെന്നല്ല ഡാൻസ് കളിക്കുന്നത്. അത് മനസ്സിലാക്കണം. തിയേറ്ററിന് മുന്നിൽ നമ്മൾ ഫ്ലോറിൽ നിന്നാണ് ഡാൻസ് ചെയ്യുന്നത്. ആ ബാഡ് ബോയ്സ് എന്ന സിനിമക്കകത്ത് ഞാൻ ചെയ്ത കഷ്ടപ്പാടാണ് മനസ്സിലാക്കണം. ചെമ്പ് പാത്രത്തിനകത്ത് വെള്ളം നിറച്ചിട്ട് അടിയിൽ ഫേക്ക് ആയിട്ടുള്ള തീയാണ്, മനസ്സിലായി, ഐസ് ഇട്ടുള്ള തീ കാണിക്കുന്നുണ്ട് അടിയിൽ. എനിക്ക് തീ പടിയാ സാറേ പോളല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. തീ കുറക്കത്തൊക്കെ പറയുന്നുണ്ട്. തീ വേണ്ട സാർ എനിക്ക് മനസ്സിലാക്കാന്നൊക്കെ ഞാൻ പറഞ്ഞ ഡയലോഗ് പറയുന്നുണ്ട്. സലാമേ ഹറാമ ഗംഭീര സിനിമ, 100 ദിവസം ഓടുന്ന മലയാള സിനിമ, സലാമേ ഹറാമ ഗംഭീര സിനിമ. അപ്പൊ ആ ഡയലോഗ് നമ്മളെ കൊണ്ട് അന്ന് തന്നെ രാത്രി ഡബ് ചെയ്തത്. കാരണം 7 മണിക്കും 8 മണിക്കും 9 മണിക്കൂടേക്ക് ഷൂട്ടിങ് കഴിഞ്ഞു. 9 മണിക്ക് ലാൽ മീഡിയയില് അന്ന് തന്നെ ഞാനായോണ്ട് ചെയ്തു. കാരണം ഇത് അഹങ്കാരം പറയുന്നതല്ല. വേറൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ അത് ചെയ്യത്തില്ല. കാരണം രാത്രി ഉറക്കം വരുന്ന സമയത്താണ് ഡബിങ് തിയേറ്ററിൽ പോയിട്ട് ഡബ് ചെയ്തത്. കാരണം കുറ്റം പറയുന്നതല്ല, കാരണം എനിക്ക് ഉറക്കം വന്നിരിക്കുകയായിരുന്നു. പിന്നെ അതൊരു 4-6 ടേക്ക് പോയി ഡബിങ്. കാരണം ഉറക്കം വരുന്ന സിറ്റുവേഷൻ അല്ലേ. 10 മണിക്ക് ശേഷം ഡബിങ് തിയേറ്ററിൽ പോയി ഡബ് ചെയ്യാന്നൊരു അവസ്ഥ. കാരണം നമുക്ക് ഞാനത് വൈറലായി നിന്നുകൊണ്ട് പിന്നെ ഞാനൊരു വർക്കിന് അഡിക്റ്റ് ആയി പോയെന്നാണ്, സിനിമയ്ക്ക് അഡിക്റ്റ് ആയി പോയതുകൊണ്ട് നമ്മൾ ആ ഒരു വർക്ക് നമുക്ക് ആത്മാർത്ഥം കൊണ്ട് ചെയ്തു. വേറൊരു ആക്ടർ ആണെങ്കിൽ ചെയ്യില്ല. ഇപ്പൊ ടിനി ടോം ആണെങ്കിൽ രാത്രി ഡബിങ് വരുമോന്ന് എനിക്കറിയില്ല. 10 മണിക്ക് ശേഷം ഞാൻ എന്നെ പിന്നെ സാർ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഉമർ സാറിന്റെ വണ്ടിക്ക് കൊണ്ടുപോയി. പിന്നെ ഉമർ സാർ കാരവാൻ വേണമെന്ന് ഇപ്പൊ ഇരുത്താന്ന് പറഞ്ഞപ്പോ AC റൂം തന്നു. ഞാൻ പറഞ്ഞില്ലേ ഡ്രസ്സ് മാറണമല്ല, കാരണം ആ ഒരു സ്ഥിരം കല്യാണത്തിന് പോകുന്ന ഒരു ഡ്രസ്സായിരുന്നു. കാരണം ഷിയാസ് സ്ഥിരമിന്റെ കല്യാണത്തിന് പോയിട്ട് വൈറലായിട്ടിരിക്കുന്ന ഒരു ഫുൾ ലാച്ച് ഉണ്ട്. അതിട്ടിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തത്, മനസ്സിലായ. അപ്പൊ അത് അത്രയും ആർട്ടിസ്റ്റിന് മുന്നിലാണ്. കാരണം അതില് അഭിലാഷ് ആ ടൈം കയറിയിട്ട് ചാൻസ് ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത് ഞാൻ തന്നെ പോയി അഭിനയിക്കാൻ നിൽക്കുന്നത്. അപ്പൊ എന്റെ കൂടെ വന്ന ആളാണ് അഭിലാഷ് ആ ടൈം കൂടെ വന്നതേ, മനസ്സിലായോ. എന്ന് പറഞ്ഞാ സിനിമയിലേക്ക് പലതും ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ആർട്ടിസ്റ്റുകളുടെ മുന്നിലുള്ള വേഷം ആദ്യമായിട്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് കൂട്ടിന് വിളിച്ചു. അപ്പൊ അപ്പോൾ സാറേ എനിക്കൊരു വേഷം തരും ദിവസം. അപ്പൊ എനിക്കൊരു അടിയായി പോയി. അപ്പൊ സാറ് പറഞ്ഞു ഇച്ചടത്തേക്ക് ആൾക്കാരെ ഇത് ഇതാക്കല്ലേന്ന് പറഞ്ഞു. ഇങ്ങനെ നീ ഒന്ന് രക്ഷപ്പെടുന്നു പറഞ്ഞു. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ വരുന്നതും എനിക്കത് ഇഷ്ടപ്പെട്ടില്ലാത്ത രീതിയിൽ പുള്ളി പറഞ്ഞു. എനിക്കറിയില്ല. കാരണം ഇത് ഓപ്പണായിട്ട് പറഞ്ഞെന്ന് വെച്ചാൽ ചോദിക്കരുതെന്നല്ല, ചോദിച്ചോ, ചാൻസ് ചോദിച്ചോ. ഞാൻ ഇപ്പൊ എനിക്ക് തന്നെ പാരാകല്ലേ എന്ന അവളോട് എനിക്ക് പറയാനുള്ള. അഭിലാഷ് ആട്ടെ എന്നല്ല, ആരാണെങ്കിലും ചില ആൾക്കാർ പണിയൊന്നും പറ്റില്ല. പക്ഷെ അഭിലാഷ് ആട്ടെ അന്ന് കാണിച്ചത് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്റെ റോഡ് കട്ടായി പോവാൻ ടിനിട്ടോമും സെന്തിലും മേക്കപ്പ് ചെയ്തിരിക്കണേ എനിക്ക് വേണ്ടി. അപ്പൊ ഞാനാണ് മെയിൻ ആയിട്ടുള്ള ആ ഒരു ചെമ്പ് പാത്രത്തിലെ സംഭവം ചെയ്യുന്നത്. കാരണം അത്രയും ലൈറ്റും അത്രയും ജിംബലും എല്ലാം ഉണ്ട്, മനസ്സിലായ. ഒരു ഫുൾ നൈറ്റ് സെറ്റ് ഇട്ടേക്കണേണ് എനിക്ക് വേണ്ടി ഡാൻസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ആ ഒരു പുള്ളിനെ പറഞ്ഞിട്ട് പെട്ടെന്ന് പോസ്റ്റ് ചാട്ടാൻ പൊക്കോ, ഞാൻ കൊണ്ടൊന്നും ആക്കിക്കോളാം എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അവര് എനിക്ക് ട്രീറ്റ് ചെയ്തു. കാരണം ഡബ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഹോട്ടലിൽ പോയി ഭക്ഷണം മേടിച്ചു. അങ്ങനെ ഒരു ഡയറക്ടർ ചെയ്യില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് മലയാള സിനിമ ഡയറക്ടർ ഉണ്ട്. രഞ്ജിത്ത് ഉണ്ട്, കമൽ സാറുണ്ട്, ജോയ് സാറുണ്ട്. അവരൊക്കെ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉമർക്കനെ നമുക്ക് അറിയാവുന്ന, എനിക്കും അറിയാവുന്ന, പേഴ്സണലി അറിയാവുന്ന നല്ല സ്വഭാവമാണ് പുള്ളിയുടെ. കാരണം മറ്റേ ഞാൻ എന്നോട് ചോദിച്ചു എന്ത് ഫുഡാ വേണ്ടത് ചോദിച്ചു. കുഴിമന്തി എന്ന് പറഞ്ഞു. അപ്പൊ കുഴിമന്തി മേടിച്ചു വന്നു പുള്ളി. കാരണം അപ്പൊ തന്നെ നമുക്ക് ഫുഡ് മേടിച്ചു വന്നു. പിന്നെ
വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകുന്ന ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇനി രാത്രി ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ സാറേ എന്ന് വെച്ചപ്പോ പിന്നെ അത് റിക്വസ്റ്റ് ചെയ്തു. കാരണം ഒറ്റയ്ക്ക് വേറെ വണ്ടി വിളിക്കണമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ് ഒന്നും ആക്കി തരുമെന്ന് ചോദിച്ചപ്പോ പിന്നെ പുള്ളി നോ പറഞ്ഞില്ല. പുള്ളിയുടെ കാറിൽ തന്നെ പുള്ളി ഡ്രൈവറിനെ വെച്ച് ആക്കി തന്നു. കാരണം അങ്ങനത്തെ ഒരു ട്രീറ്റ് ചെയ്തല്ലോ. പക്ഷെ ആ പടത്തിന്റെ പ്രൊഡ്യൂസർ അവരുടെ എല്ലാ പടങ്ങളും ഫ്ലോപ്പ് ആണെന്ന രീതി പേരെടുത്ത് പറഞ്ഞില്ല. ബാഡ് ബോയ്സിനെ പറ്റി എടുത്ത് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് വിഷമായി പോയത്. ഒരുപാട് പടങ്ങൾ അവര് ചെയ്ത് ഫ്ലോപ്പ് ആയതാ. ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ബിസിനസ് ആയിട്ടില്ല. 15 പടങ്ങൾ ചെയ്തെന്ന് പറയുന്നു. പക്ഷെ OTT-ലും സാറ്റലൈറ്റിലൊക്കെ ബിസിനസ്സാ. തിയേറ്ററിലെ എല്ലാ പടങ്ങളും 3 ആഴ്ച കൂടുതൽ ഓടിയിട്ടില്ല എല്ലാ പടങ്ങളും. പിന്നെ എന്തുകൊണ്ടാണ് ബാഡ് ബോയ്സിനെ പറ്റി പറയുന്നത്? കാരണം ശിലി അബ്രഹാമിനെ ഞാൻ അപമാനിക്കുന്ന അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മാത്യു സാറിനെ ബഹുമാനിക്കുന്നു. പക്ഷെ അസൻ വ്യക്തി നമുക്കത് കണ്ടപ്പോ വിഷമം തോന്നി. അവർക്ക് സംഭവിച്ചു പോയായിരിക്കും. പക്ഷെ ഇങ്ങനെ ബാഡ് ബോയ്സ് മാത്രം പറയരുത്. കച്ചാന്റെ മാല, പട്ടാഭിരാമൻ, മരട് 357 അതൊക്കെ എവിടെ പോയെന്ന് എനിക്കറിയില്ല. അതിന്റെ പേരൊന്നും പറയുന്നില്ല. കാരണം ഒരു പടത്തെ മോശമാക്കി പറയുമ്പോ അദ്ദേഹത്തിന്റെ ഇനിയിപ്പോ മുഹമ്മദ് സാറിനെ അടുത്ത പടം ഓണാക്കണ്ടല്ലേ, അതോട് ചിന്തിക്കണ്ടല്ലേ. നമ്മളൊരു കാര്യം കൂടി ചോദിച്ചു നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതായത് നമ്മളിപ്പോ അടുത്തായി കേൾക്കുന്ന ഇപ്പം ബിഗ് ബോസിന്റെ പുതിയ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതിൽ നമുക്കൊരു ചോദ്യം ചോദിക്കാം. അദ്ദേഹത്തിൻ്റെ പേര്, അലിൻ ജോസ് പെരേരയുടെ പേര് ഭയങ്കര ഹോട്ടായി കേൾക്കുന്നുണ്ട്. പല വലിയ വലിയ ആർട്ടിസ്റ്റുകളോടൊപ്പം തന്നെ ബിഗ് ബോസിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പേരിൽ. അത് അദ്ദേഹത്തിന് വെളിപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ പരിമിതമായ ഒരു ചുരുങ്ങിയ ഇതിൽ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നമുക്കൊന്ന് ഇന്റർവ്യൂ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. നിലവിൽ വിളിച്ചിട്ടില്ല. എന്തായാലും അവിടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ തീർച്ചയായിട്ടും പോകണം. ഇന്റർവ്യൂ കഴിഞ്ഞു, അത് നമ്മൾ പറയുന്നില്ല. എന്തായാലും ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് ഒരു ക്ഷണം ഉണ്ടായാൽ തീർച്ചയായിട്ടും പോകും. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. ഇന്റർവ്യൂ വിളിച്ചോ ഇല്ലേ എന്നൊന്നും നമ്മള് ഡേറ്റിൽ പറയുന്നില്ല. പലരും പല രീതിയിലും പറഞ്ഞ് ഇതാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇനിയിപ്പോ 2-3 ആഴ്ച കൂടി ഇല്ലല്ലോ. August 3 തുടങ്ങും, August 14 തുടങ്ങും എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എന്തായാലും ലാലേട്ടന്റെ പ്രൊമോ വീഡിയോ വരെ ഇറങ്ങി. കുണുവാവ എന്നൊക്കെ പറഞ്ഞ് മറ്റേ ഈ ചേച്ചി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, നാഗ ചേച്ചി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പോയി പങ്കെടുക്കുമായിരിക്കും. അറിയില്ലല്ലോ. ഏഷ്യാന്റെ ഭാഗത്തുനിന്നൊരു കോൾ എന്തായാലും വന്നിട്ടില്ല. എന്തായാലും കോൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും മെസ്സേജ് വന്നു കഴിഞ്ഞാൽ എന്തായാലും പോകും. ഞാൻ അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം പുതിയൊരു വണ്ടി ഒരു 3-4 മാസമുള്ള ഒരു കാർ എടുക്കാനുള്ള പ്ലാനിലാണ്. ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ടെന്നുള്ള വിവരമാണ് ഞാൻ. കാർ ഇപ്പൊ ബിഗ് ബോസിൽ പോയാലും ഇല്ലെങ്കിലും ഒരു കാർ വാങ്ങണമെന്നാണ് ആഗ്രഹം. കാരണം ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. കാരണം ഒരുപാട് പേര് പറയും ബിഗ് ബോസിൽ പോയാലേ കാർ പഠിക്കുന്നു പറയും. ബിഗ് ബോസിൽ പോകണ്ട. കാർ ഇപ്പോ ഒരു 50,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാസം 10,000 വെച്ച് EMI അടക്കാനുണ്ടെങ്കിൽ ആർക്കും മേടിക്കാം. 50,000 ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ ഒരു 10,000 രൂപ കൊടുത്താലും അതിനനുസരിച്ച് ഈ ഡൗൺ പേയ്മെന്റ് കൂടും. ഒരു മാസത്തെ 50,000 കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ 10,000-20,000 രൂപ മാസം കൊടുത്താൽ മതിയാവും. ഒരു സ്വിഫ്റ്റ് കാറൊക്കെ എടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ സ്വപ്നം. ഓക്കെ. അപ്പം ഒരുപാട് വലിയ സ്വപ്നങ്ങളുമായി അലിൻ ജോസ് പെരേര യാത്ര തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ഡ്രീംസ് വലിയ രീതികളിൽ വലിയ ഉയരങ്ങളിലേക്ക് പോയി അച്ചീവ് ചെയ്യാനാവട്ടെ. വലിയൊരു സ്ക്രീൻ സ്പേസ് കിട്ടുന്ന വളരെ നല്ല ക്യാരക്ടർ റോൾസ്, നേരത്തെ പറഞ്ഞ പോലെ അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടുന്ന രീതിയിലേക്കുള്ള 30 മിനിറ്റിൽ കൂടുതലുള്ള നല്ല റോളുകൾ കിട്ടട്ടെ. അതിനുള്ള മീനൂസ് കിച്ചന്റെ സീൻസ് ഇറങ്ങാൻ പോണേ. മീനൂസ് കിച്ചൻ ഉടൻ തന്നെ നമ്മുടെ ഒരു വലിയൊരു സീന് വരാൻ പോകുന്ന ഒരു വലിയൊരു വിരുന്ന് പോലെ ഒരു സീരിയൽ എപ്പിസോഡാണ് വരാൻ പോകുന്നത്. കാരണം നമ്മൾ ഇത്രയും നാള് ചെയ്ത ഒരു സംഭവങ്ങളിൽ നിന്നും അതൊരു ഇത്ര ആർട്ടിസ്റ്റിന്റെ ഒപ്പം നമ്മൾ ഗൗരവമായിട്ടുള്ള ഒരു ഡയലോഗ്സ് വരാൻ പോകുന്ന. അതേപോലെ ഇതേപോലെ ഷോർട്ട് ഫിലിം അല്ല, സീരിയലുകൾ. അദ്ദേഹത്തിന്റെ മെയിൻ ടാർഗറ്റ് പറഞ്ഞാല് സിനിമകളാണെങ്കിലും നല്ല റോളുകൾ കിട്ടുവാണെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും പോകും. വിഷ്ണു കൊച്ചിക്കാരൻ ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എന്നെ എപ്പോഴും ഒരുപാട് ഈ ബിസി ആയതുകൊണ്ടേ വിളിക്കാൻ പറ്റില്ല. കാരണം വിഷ്ണു കൊച്ചിക്കാരനെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ ഇപ്പോൾ 2-3 പടം വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അത് വിളിച്ചു കഴിഞ്ഞാൽ വിഷ്ണു കൊച്ചിക്കാരൻ പറഞ്ഞ നല്ലൊരു കുറെ കാലമായിട്ട് ഇതിനോട് ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. തയ്യൽ മെഷീനിൽ ഇപ്പോൾ ലാസ്റ്റായിട്ട് അഭിനയിച്ചിട്ട് നല്ല റോളാണ്. ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ, ഒരുപാട് ഇവരുടെ അലിൻ ജോസ് പെരേര. എന്റെ ആണെങ്കിലും ഇപ്പൊ ചോലവെസ്കി വരാൻ പോകുന്നുണ്ട്, ഗുലാൻ നെട്ടോടെ വരാൻ പോകുന്നുണ്ട്. അതിനുശേഷം
ശേഷമായിരിക്കും ഇനിയിപ്പോ കോൾസ് വരുന്നത്. അതിന് മുന്നേയും ചിലപ്പോ ഇപ്പൊ എങ്കുരു ഉണ്ട് വിഷ്ണു കൊച്ചിക്കാരനെ സിനിമ എനിക്ക് വിഷ്ണുവിനും കമ്പയർ ചെയ്തിട്ട് ന്യൂസ് കൊച്ചും കണ്ടിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ വർക്കുകൾ വരുമെന്ന് തോന്നുന്നു. സിനിമയുടെ 1-2 സിനിമ ചർച്ചയിലുണ്ട്. എന്തായാലും ലെവലിലേക്ക് വരട്ടെ. വിഷ്ണു കൊച്ചിക്കാരനും എല്ലാവിധ ബിഗ് ബോസും ഇതൊക്കെ എന്തായാലും വരുമ്പോ നല്ല രീതിയിൽ പോട്ടെ എന്ന് വിളിച്ചാൽ കിട്ടട്ടെ. എല്ലാവർക്കും ആർക്കാണ് ഭാഗ്യം ഉണ്ടെങ്കിൽ അവര് ബിഗ് ബോസിൽ കയറട്ടെ, വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കട്ടെ. പിന്നെ എല്ലാവർക്കും എല്ലാ ഇൻഫ്ലുവൻസറോടും പറയാനുള്ളത് സിനിമ മാത്രം ലക്ഷ്യം വെക്കരുത്. ഷോർട്ട് ഫിലിം ചെയ്യുക, സീരിയൽ ചെയ്യുക, വെബ് സീരീസ് ചെയ്യുക. സിനിമ വിളിക്കാൻ പോവുക, അല്ലാണ്ട് സിനിമ മാത്രം ഒരു ടാർഗറ്റായി പോകരുത്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ സീറ്റിൽ ഇരിക്കാൻ കാരണം സിനിമ മാത്രം ഒരു പാഷനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ സോഷ്യൽ മീഡിയ അറ്റൻഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അത് ഒരു വലിയൊരു സംഭവം തന്നെയാണ്. ശരിക്കും പറഞ്ഞ ശരിക്കും ഒരു ഗ്ലാമർ ഫീൽഡ് തന്നെ പറയാം. മാജിക്കൽ, ഇപ്പൊ സലിംകുമാർ പറഞ്ഞ പോലെ സിനിമ ഈസ് എ മാജിക്കൽ ഫീൽഡ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഈസ് എ മാജിക്കൽ ഡ്രാമ. അപ്പൊ ഒരു എല്ലാ ഭാഗവും നേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പാട്ട് ഒരു 2 ലൈൻ പാടിയിട്ട് നമുക്ക് അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ എപ്പിസോഡ് അത് കാണണം എന്ന് ഒന്ന് ഇത് കഴിഞ്ഞിട്ട് പറയണം. അത് ഒരു പാട്ട്. ഓമൽ ചിരിയോ ചെമ്പകപ്പൂവിതളല്ല, കാണാനിവളോ അമ്പിളി കൊഞ്ചവളല്ല, പണ്ട മുതലേ തന്നന ഓമൽ ചിരിയോ ചെമ്പകപ്പൂവിതളല്ല, കാണാനിവളോ. ഹായ്, നമസ്കാരം. അപ്പോൾ അലിൻ ജോസ് പെരേരയാണ് JP. അപ്പോൾ മോളിവുഡ് മൂവി മാജിക്കിന്റെ പുതിയ ലേറ്റസ്റ്റ് ഇന്റർവ്യൂ അലിൻ ജോസ് പെരേരയുടെ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നിങ്ങളിപ്പോ നിലവിൽ മറന്ന ഒരുപാട് ഇന്റർവ്യൂ പോലെ ആയിരിക്കില്ല ഇത്. കുറച്ചുകൂടിയൊക്കെ പൊളൈറ്റ് ആയിട്ട്, സീരിയസ് ആയിട്ട്, കുറച്ചുകൂടിയൊക്കെ വ്യക്തമായിട്ട് കാര്യങ്ങൾ വ്യക്തമാത്ത രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. മൂവിയെ പറ്റിയാണെങ്കിലും ലൈഫിനെ പറ്റിയാണെങ്കിലും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളെ പറ്റിയാണെങ്കിലും മാക്സിമം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും മോളിവുഡ് മൂവി മാജിക്കിന്റെ പുതിയ ഇന്റർവ്യൂവിന് എല്ലാവിധ ആശംസകളും. ഇന്റർവ്യൂ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ ഇനി നമ്മളെ കാണാൻ താല്പര്യമുള്ളവർ കാണുക, നെഗറ്റീവ്സ് പറയാൻ താല്പര്യമുള്ളവർക്ക് നെഗറ്റീവ് കമന്റ് ഇടുക. നമുക്ക് ഇതേ മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം കമന്റ്സ് നിങ്ങളാണ്. നിങ്ങൾ നെഗറ്റീവ് ഇട്ടുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ഇന്റർവ്യൂസ് വരാൻ കാരണം. പോസിറ്റീവ് മാത്രം പറഞ്ഞെങ്കിൽ അത് റീച്ചായി പോകില്ലായിരുന്നു. അതുകൊണ്ട് താങ്ക് യു അലിൻ ജോസ് പെരേര. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ കമ്മിങ്. അപ്പോൾ നമ്മളെ എല്ലാ ഭാഗങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച്.